Assalamu alaikum. Good afternoon. So, നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് മുസ്ലിയാർ കിങ് എന്നുള്ള പുസ്തകത്തെ അധികരിച്ചുകൊണ്ട് മലബാറിൻ്റെ ചരിത്രത്തെയും അതുപോലെ ചരിത്ര എഴുത്തിനെയും ചരിത്ര വായനയെയും പ്രത്യേകിച്ചും ഇവിടെ നമ്മുടെ കൂടെയുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പുസ്തകം എഴുതി കഴിഞ്ഞ ആളാണ്. എഴുതി കഴിഞ്ഞ ആളുകൾക്ക് അധികം പുസ്തകത്തെക്കുറിച്ച് പറയാനുണ്ടാവില്ല. പിന്നെ അത് പറയേണ്ടത് അതിൻ്റെ വായനക്കാരും അതിൻ്റെ നിരൂപകരുമാണ്. ആ രീതിയിൽ നമ്മോടൊപ്പം ഇന്നുള്ളത് ഏറ്റവും പ്രഗത്ഭരായ കേരളത്തിലെ 2 ദിശയിലുള്ള 2 സ്കോളേഴ്സാണ് നമ്മുടെ കൂടെയുള്ളത് ഈ പുസ്തകത്തെക്കുറിച്ച് വിലയിരുത്താൻ വേണ്ടിയിട്ട്. അതിലൊരാൾ പ്രൊഫസർ PK പോക്കർ, നിങ്ങൾക്കറിയായിരിക്കും. ഉത്തരാധുനിക നിരൂപണവും ഒക്കെ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ വ്യക്തിയാണ്. അദ്ദേഹം ഈ പുസ്തകത്തെക്കുറിച്ച് നേരത്തെ ഒരു പ്രോഗ്രാമിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് ലൈബ്രറിയിൽ നടന്ന ഒരു പ്രോഗ്രാമിൽ അദ്ദേഹം ഫിലോസഫിക്കലായിട്ട് എങ്ങനെയാണ് പുസ്തകത്തെ വായിക്കേണ്ടതെന്നും അദ്ദേഹം എങ്ങനെയാണ് വായിച്ചതെന്നും പറഞ്ഞപ്പോൾ എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. അത് പിന്നെ അദ്ദേഹം 2 ലക്കങ്ങളിലായിട്ട് അദ്ദേഹം അത് എഴുതുകയും ചെയ്തിരുന്നു. ആ രീതിയിൽ അത് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ആ പുസ്തകത്തെ ഒരാൾ വായിക്കുന്നത്, ഈ രീതിയിൽ വായിക്കുന്നത് എന്നെ അതിശയിപ്പിക്കുകയും എന്നെ ഏറെ സന്തോഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് പ്രൊഫസർ PP അബ്ദുൾ റസാഖാണ്. അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഏരിയയിൽ പ്രത്യേകിച്ചും മലബാർ സമരത്തെക്കുറിച്ചുള്ള പഠനങ്ങളിൽ എന്നും സജീവമായിരുന്നു. അദ്ദേഹമാണ് നമ്മോടൊപ്പമുള്ളത്. അദ്ദേഹത്തിൻ്റെ നിരവധി പ്രസംഗങ്ങളും എഴുത്തുകളും ലേഖനങ്ങളും മലബാർ സമരവുമായി ബന്ധപ്പെട്ടുണ്ട്. അത് നിങ്ങൾക്കറിയായിരിക്കും. ഇവിടെ അതുപോലെ നമുക്ക് നമ്മുടെ ഉദ്ഘാടകൻ നമ്മളെ കേൾക്കാൻ വന്നിട്ടുണ്ട്. സംടൈംസ് വി വിൽ സ്വിച്ച് എ ലിറ്റിൽ ബിറ്റ് സംടൈംസ് ഇൻ ഇംഗ്ലീഷ് ബിക്കോസ് പ്രൊഫസർ Hasnain is with us. He's an author, and I was telling that it's great that nowadays we don't have a culture. Normally, if you became a vice chancellor, you won't be a listener, But always, this is the best culture we see outside. Especially maybe you go UK or USA, the professors will come to listen us. So he is from such a genre of academics, and I really appreciate that he is here, and he is now writing a new books on Islam and Muslim culture, especially for you people. He is always with traditional Islam. His first book, the fault lines in faith, it's always he is bashing Wahhabism and all. So you have to go through that because you are from traditional Islamic perspective and viewpoints, you are all learnings. ഈ പുസ്തകം ഞാൻ എഴുതിയ മലബാർ സമരത്തെക്കുറിച്ച് 100-ാം വർഷം വന്നപ്പോൾ 100-ലേറെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ പലതും നമ്മൾ വായിച്ചതാണ്. പക്ഷേ ഇന്നേ വരെ ഞാൻ പറയൽ, ഞാനിവിടെ ജനിച്ച ആളാണ്, ഈ സമരഭൂമികയിൽ പിറന്ന ആളാണ്. നമ്മൾ ജനിച്ചപ്പോൾ തൊട്ടേ സമരത്തെക്കുറിച്ചാണ് കേട്ടത്. നമ്മളെ അയൽവാസികൾ അല്ലെങ്കിൽ നമ്മളെ കൂടെയുള്ളവരൊക്കെ പറയൽ, അവരെ കലണ്ടർ ഈ സമരമാണ്. അവർ പറയൽ, ഞങ്ങളെ വീട്ടുകാർ ഇങ്ങോട്ട് കുടിയേറി താമസിച്ചത്, ഞങ്ങളെ ഉപ്പാപ്പ മരിച്ചുപോയത്, അങ്ങനെയുള്ള ഓരോരുത്തരെയും കലണ്ടറായിരുന്നു 921 ഈ പ്രദേശത്തെ വള്ളുവനാടും അതുപോലെ ഏറനാട്ടുമുള്ള ആളുകളുടെ. അതിൽ എൻ്റെ വീട് വേങ്ങരയാണ്. വേങ്ങര അതിൻ്റെ എപ്പിസെൻ്ററാണ്. ഞങ്ങൾ തിരുരങ്ങാടി പള്ളിക്ക് കീഴിലാണ്. ആ കാലത്തെ ഞങ്ങൾ ജുമയ്ക്ക് പോകേണ്ട സ്ഥലമാണത്. മമ്പറം തങ്ങൾക്ക് ശേഷമാണ് അവിടെയൊക്കെ പിന്നെ ജുമ ഉള്ള പള്ളികൾ വന്നത്. അതിനു മുമ്പ് തിരുരങ്ങാടിയിലേക്കാണ് പള്ളിയിലേക്ക് പോകുന്നത്. അത്തരത്തിൽ തിരുരങ്ങാടിയായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള, ഇപ്പോൾ ഞങ്ങളെ കാളിയാർ തിരുരങ്ങാടിയിലാണ്, തിരുരങ്ങാടി കാളിയാണ്. അപ്പോൾ തിരുരങ്ങാടിയായിട്ട് അത്രയും ബന്ധമുള്ള ഒരു പ്രദേശത്ത് ജനിച്ച ആളെന്നുള്ള രീതിയിൽ ഈ 21 എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മൾ ആ കാലത്ത് ചെറുപ്പത്തിൽ പറയുവാള്, അദ്ദേഹം ജയിലിൽ നിന്ന് വന്ന ആളാണ്, അദ്ദേഹം ഇത്ര കാലം ജയിലിലായിരുന്നു. ചെറുപ്പത്തിൽ വളരെ പ്രായമായ ആളുകളൊക്കെ ജയിലിൽ കിടന്നവരായിരുന്നു. പിന്നെ അതിലേറെ നമ്മളെ നാട്ടിൽ നിന്ന് പല വീട്ടിൽ നിന്നും പലപ്പോഴായിട്ട് കിട്ടിയതാണ്. ഈ പഠനം നമ്മൾ ഒരു 6 മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ ചെയ്തതല്ല. എനിക്കറിയാം, അതിവിടെ പറയണം. PMKFIC 75-ാം വാർഷികം നടക്കുമ്പോൾ എന്നെ പൂക്കോട്ടൂരിലേക്ക് പറഞ്ഞയച്ചിരുന്നു. ഞാനന്ന് ഡിഗ്രി സെക്കൻഡ് ഇയർ അങ്ങാണ്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ എന്നെ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, പൂക്കോട്ടൂർ പോയിട്ട് 21-ൻ്റെ ഒരു ഫീച്ചർ ചെയ്യണമെന്ന്. ഞാൻ അതിനു വേണ്ടി വന്നപ്പോൾ അന്ന് ആ സമരത്തെ പൂക്കോട്ടൂരിലെ വലിയ കൂട്ടക്കുരി നേരിട്ട് കണ്ട കുഞ്ഞാലൻ ഹാജിയെ കണ്ട് ഇൻ്റർവ്യൂ നടത്തി. അതൊക്കെ നമ്മളെ മനസ്സിലുണ്ട്. അത് അദ്ദേഹത്തെ പറയാൻ കാരണം അദ്ദേഹം അന്ന് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുന്നുണ്ടാവുള്ളൂ, ചിലപ്പോൾ എനിക്കറിയില്ല. അദ്ദേഹം പറയും എപ്പോഴും, ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ, എൻ്റെ മനസ്സിലുള്ള ഒരു കോളേജ് ഞങ്ങളുടെ നാട്ടിൽ തുടങ്ങുന്നുണ്ട്.
അവിടെ എന്നൊക്കെ നമ്മോട് അന്ന് പറയും. അദ്ദേഹമാണ് എനിക്ക് ആ വലിയ എനർജി, അത് അക്കാലത്ത് അന്വേഷിക്കാനുള്ള വലിയ ഊർജം നൽകിയത്. അപ്പോൾ അതിവിടെ ഓർമ്മിക്കുകയാണ്, കാരണം അദ്ദേഹത്തെ ഓർമ്മിക്കേണ്ട ഒരു വേദിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ BKF വരുന്നത്, കാരണം BKF 5 വർഷമായി തോന്നുന്നു. പക്ഷേ എനിക്ക് പലപ്പോഴും എന്നെ വിളിച്ചിട്ടുണ്ട്, വരാൻ പറ്റിയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഈ 100 വർഷത്തെ സമരത്തെ നമ്മൾ പലപ്പോഴും പല രീതിയിലും കണ്ടിട്ടുണ്ടെങ്കിലും, ഞാൻ ഇന്നലെ ബ്രിട്ടീഷ് ലൈബ്രറിയിൽ നിന്നുള്ള ഒരു സുഹൃത്തുക്കളോട് കൂടെ 3 പേര്, സൗത്ത് ഏഷ്യൻ കളക്ഷൻ്റെ ഹെഡ് ഉണ്ടായിരുന്നു, അതുപോലെ അവിടുത്തെ ഇന്ത്യ കളക്ഷൻ്റെ ആളുകളൊക്കെ ഉണ്ട്. അവിടെ പോയപ്പോഴും അവിടുത്തെ ഒരു മ്യൂസിയം ഉണ്ട്, അവിടെ മ്യൂസിയം ഉണ്ട്, പ്രദർശനങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുള്ളത്, ഞാൻ ഡോക്ടർ ഹുസൈൻ എണ്ണത്താണിയുടെ കൂടെയാണ് പോയത്, റസാഖ് മാഷും അവിടുത്തെ ആളുകളാണ്. നമ്മൾ അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുള്ളത് ഇതൊക്കെ മാപ്പിള കലയെയും മാപ്പിള സംസ്കാരത്തെയും പ്രോത്സാഹിപ്പിക്കാനുള്ള സ്ഥലമാണ്. അവിടെ നമ്മൾ എഴുതി മലബാർ കലാപം എന്നാണ്. നമ്മളിപ്പോഴും അവിടെ എഴുതി വെച്ചിട്ടുള്ളത് മലബാർ കലാപം. നമ്മൾക്ക് ഈ സംഭവത്തെ, ഈ നരേറ്റീവിനെ കലാപമെന്ന് പറഞ്ഞാലേ നമുക്ക് ഡൈജസ്റ്റ് ആവുള്ളൂ. ആ ഒരു രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഇറങ്ങിയ നിരവധി പുസ്തകങ്ങൾ, ഇപ്പോൾ ഇറങ്ങിപ്പോകുന്ന പുസ്തകങ്ങളും ഇതിനെ വിളിക്കുന്നത് കലാപമെന്നാണ്. അഥവാ ഒരു ബ്രിട്ടീഷ് പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ ഈ സമരത്തെ ഇന്നും സമീപിക്കുന്നത്. അതിനൊരു മാറ്റം വേണമെന്ന് ഈ ഭൂമികയിൽ ജനിച്ച ഒരാൾ എന്നുള്ള രീതിയിൽ, ഇത് അനുഭവിച്ച ആളുകളുടെ തലമുറയിൽപ്പെട്ട ഒരാളെന്നുള്ള രീതിയിൽ ആണ് ഞാനിത് സമീപിച്ചതും ഇത് എഴുതിയപ്പോൾ ഞാൻ കരുതിയിരുന്നു ഇത് എഴുതുന്നത് ഞാൻ മലയാളികൾക്ക് വേണ്ടിയല്ല, ഇത് എഴുതുന്നത് ഈ സമരം ഇവിടെ നടത്തിയ ഇതിന് പുറകെ വലിയ പ്രൊപ്പഗണ്ടകൾ കൊണ്ടുവന്നിട്ട് ഈ സമരത്തെ ഈ രീതിയിൽ ഒരു ലിംഗ്വിസ്റ്റിക് വാർഫെയറിലൂടെ നമ്മളെപ്പോലും കലാപമെന്ന്, ഇത് കലാപമാണെന്ന് നമ്മളെപ്പോലും പഠിപ്പിച്ച ഒരു വലിയ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ചെറിയ ശ്രമമാണ് എൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അത് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പുസ്തകം വളരെയധികം നന്നായി വായിക്കുകയും പരിചയപ്പെടുത്തുകയും ചെയ്ത പ്രൊഫസർ പോക്കർ മാഷിന് ഞാൻ കൈമാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ അബ്ബാസ് സൂചിപ്പിച്ചതുപോലെ പ്രൊഫസർ ഹസ്നി സാർ ഇവിടെ ഉണ്ട്. ഹി വാസ് our former Vice Chancellor, and I was promoted to a post of professor while he was our Vice Chancellor. And I am sorry that I have to talk in Malayalam because the audience expect me to talk in Malayalam. Anyway, sorry for the trouble. ഈ പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ അബ്ബാസ് സൂചിപ്പിച്ച പോലെ ഒരുപാട് പുസ്തകങ്ങൾ വന്നിട്ടുണ്ട് മലബാർ കലാപത്തെക്കുറിച്ച്. റസാഖ് മാഷി ചരിത്രകാരനായതുകൊണ്ട് അദ്ദേഹം സ്വാഭാവികമായിട്ട് ഈ പുസ്തകങ്ങൾ മുഴുവൻ വായിക്കുകയും പല ഘട്ടത്തിൽ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളുമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മലബാർ കലാപത്തിൻ്റെ 75ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് ചിന്ത പബ്ലിഷേഴ്സ് മമ്പറം തങ്ങളെക്കുറിച്ചൊരു പുസ്തകം എഡിറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ഞാൻ ഈ വിഷയത്തിൽ അവഗാഹമില്ലാത്ത ആൾ ആയതുകൊണ്ട് സ്വാഭാവികമായി അന്ന് KK കുറുപ്പിനോടൊപ്പം ചേർന്ന് ആ പുസ്തകം, ചെറിയ പുസ്തകമാണ് എന്നാലും ആ പുസ്തകം ആ സന്ദർഭത്തിൽ വലിയ പുസ്തകമായിരുന്നു, എഡിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ആ സന്ദർഭത്തിലാണ് ഞാൻ മലബാർ കലാപത്തെക്കുറിച്ച് കഴിയാവുന്നത്ര പഠനം നടത്തിയത്. സ്വാഭാവികമായ ഒരു ദൗത്യം നമ്മൾ നിർവഹിക്കുമ്പോൾ അത് പഠിക്കുക എന്നുള്ള നമ്മളൊരു ഉത്തരവാദിത്തമാണല്ലോ. അല്ലാതെ എൻ്റെ ഒരു ഫീൽഡ് അല്ല ചരിത്രം. അന്ന് വായിച്ചതിന് ശേഷം, അന്ന് ശേഖരിച്ച് വായിച്ചതിന് ശേഷം പിന്നീട് ഞാൻ മലബാർ കലാപത്തെക്കുറിച്ച് ഇപ്പോൾ അടുത്ത കാലത്ത് കുറച്ച് പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ആ പുസ്തകങ്ങളും പലതും വായിച്ചു. കോഡൂരിൻ്റെ ഉൾപ്പെടെ റൈസിൻ്റെ ഉൾപ്പെടെയുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ചു. പക്ഷേ ഞാൻ ഈ മലബാർ കലാപത്തെക്കുറിച്ചുള്ള അബ്ബാസ് ഫനക്കലിൻ്റെ പുസ്തകം വായിച്ചപ്പോൾ വാസ്തവത്തിൽ അബ്ബാസിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയും അബ്ബാസിൻ്റെ അതിലൊരു ഇൻവോൾവ്മെൻറ്റും എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. കാരണം ഈ പുസ്തകം പല രീതിയിലും ഒരു കോൺട്രിബ്യൂഷനാണ്. ഒന്ന്, ഒരു ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ മുമ്പിൽ ഇംഗ്ലീഷിൽ ഈ പുസ്തകം വരുന്നു എന്നുള്ളത് അതൊരു വലിയ കോൺട്രിബ്യൂഷനാണ്. രണ്ടാമത്, പ്യുവർലി അക്കാഡമിക് രീതിയിൽ രചിക്കപ്പെട്ടു എന്നുള്ളത് അതിൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ്. മൂന്നാമത്തെ, അക്കാഡമിക് രീതിയിലാണെങ്കിലും ഇത് വളരെ ക്രിയേറ്റീവ് ആവുകയും വളരെ സർഗാത്മകമായിട്ടുള്ള ഒരു ഭാഷ വാസ്തവത്തിൽ ഇതിൻ്റെ രചനയ്ക്ക്
ഉപയോഗിക്കാൻ അബ്ബാസിന് കഴിഞ്ഞു എന്നുള്ളതും. അബ്ബാസ് നേരത്തെ തന്നെ വളരെ ക്രിയേറ്റീവായിട്ടുള്ള, ഞാനൊക്കെ അബ്ബാസിനെ കാണുന്ന ചെറിയ കുട്ടിയായ കാലത്താണ്, ചെറിയ വിദ്യാർത്ഥിയായ കാലത്ത്. അന്ന് തന്നെ വളരെ ക്രിയേറ്റീവാണ് അബ്ബാസ്. പക്ഷേ ആ ക്രിയേറ്റീവ് ഔട്ട്പുട്ട് വാസ്തവത്തിൽ ഈ പുസ്തകത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് ഈ പുസ്തകത്തിൻ്റെ എടുത്തു പറയാവുന്ന ഒരു മേന്മയാണ്. പുസ്തകത്തിൽ വസ്തുതാപരമായിട്ടുള്ള ശരിതെറ്റുകൾ അത് വിശകലനം ചെയ്യുകയോ അത് നോക്കുകയോ ചെയ്യുന്ന ഒരു രീതി അല്ല സ്വതവേ തന്നെ ഞാൻ അവലംബിക്കാറുള്ളത്. പ്രത്യേകിച്ച് എൻ്റെ ഒരു തട്ടകം അതല്ല എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പുസ്തകം വായിച്ചപ്പോൾ എന്നെ ആകർഷിച്ചത് 2 പദങ്ങളാണ്. ഈ പുസ്തകത്തിലെ 2 പദങ്ങളാണ്. ഒന്ന് ആമസോൺ എന്നുള്ള ഒരു പ്രയോഗമാണ്, മറ്റൊന്ന് ഫെമിനിസ്റ്റുകൾ എന്നുള്ള ഒരു പ്രയോഗമാണ്. ഈ രണ്ടും എന്നെ വല്ലാതെ ആകർഷിച്ചു. അതിൻ്റെ ഒരു കാരണം, ഇന്ന് നമ്മൾ മലബാറിൽ ഇന്നും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും നടന്നിട്ടുള്ള ഈ മലബാറിനെ സംബന്ധിക്കുന്ന ഡെമണൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള, ചെകുത്താൻ വൽക്കരണവുമായി ബന്ധപ്പെട്ടുള്ള, പിശാചി വൽക്കരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പദമാണ് ഈ ആമസോൺ എന്നത്. വളരെ പെട്ടെന്ന് അതിലേക്ക് കടന്നു പോകുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഓർമ്മതയിലേക്ക് തികട്ടി വന്നു. കാരണം അങ്ങനെ തികട്ടി വരാനുള്ള കാരണം അതിൻ്റെ പ്രൈമറി സോഴ്സിൽ നിന്ന് തന്നെയാണ് അബ്ബാസ് ഈ പുസ്തകത്തിൽ അത് ഉദ്ധരിച്ചിട്ടുള്ളത്. അപ്പം മലബാറിലൊരു കലാപം നടത്തുമ്പം ലോകത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വിസ്തൃതമായ ഒരു പ്രപഞ്ചത്തിൽ, ലോകത്തിലെ ഒരു ചെറിയൊരു സ്ഥലമാണ് ഈ കേരളം തന്നെ. ആ കേരളത്തിൽ അതിലും ചെറിയൊരു സ്ഥലമാണ് ഈ മലബാർ. ഈ മലബാറിനെ കുറിച്ച് ആമസോൺ എന്ന് യൂറോപ്പിൽ നിന്ന് വരുന്ന, US നിന്ന് വരുന്ന പത്രങ്ങളിൽ, മാസികകളിൽ ഒക്കെ ആമസോൺ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ അത് ഒരു വല്ലാത്ത ഒരു ഉദ്ദേശം അതിലുള്ളതുപോലെ, വലിയ ഒരു രാഷ്ട്രീയ ലാക്ക് അതിൽ അന്തർഭവിച്ചതുപോലെ എനിക്ക് തോന്നുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ചരിത്ര പുസ്തകങ്ങൾ മലബാർ കലാപത്തെക്കുറിച്ച് മുമ്പൊക്കെ എനിക്ക് വായിച്ചതിൽ എന്നെ ഏറ്റവും ആകർഷിച്ചത് സൗമ്യേന്ദ്ര ടാഗോറിൻ്റെ ചെറുതെങ്കിലും ഈ മലബാർ കലാപത്തെക്കുറിച്ചുള്ളൊരു പഠനമായിരുന്നു. കാരണം അത് ആ രീതിയിൽ അതിനെ പ്ലേസ് ചെയ്യുന്നുണ്ട്. പെസൻ്റ് എന്നുള്ളത് വാസ്തവത്തിൽ ഈ ഫാൻസ് ഫാനൻ്റെ റച്ചഡ് ഓഫ് ദി എർത്തിൽ പറയുന്നുണ്ട്, ഈ കോളനി രാജ്യങ്ങളിലെ ഏറ്റവും സമരോത്സുകമായ ശക്തികൾ പെസൻസ് ആയിരിക്കും എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്നും അൾജീരിയയുമായി ബന്ധപ്പെട്ടുള്ള പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടുള്ള സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് സൈക്യാട്രിസ്റ്റ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കറുത്ത വംശജരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടപെടലിൻ്റെ ഒക്കെ ഭാഗമായിട്ട് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുള്ളൊരു നിഗമനമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ നിലയിൽ നമ്മൾ നോക്കുമ്പോൾ പിന്നെ ഈ പുസ്തകത്തിൽ ആമസോൺ എന്ന് പറയുന്നത് എനിക്ക് പെട്ടെന്ന് അത് കണക്ട് ചെയ്ത്, ഞാൻ അറിയാതെ തന്നെ കണക്ട് ചെയ്ത് പിന്നെ അത് ആ രീതിയിൽ അബ്ബാസ് ഇവിടെ സൂചിപ്പിച്ച പോലെ ഞാൻ എഴുതുകയും ചെയ്തു. അത് ലെവി സ്ട്രോസിൻ്റെ ട്രിസ്റ്റേ ട്രോപ്പിക്കേ എന്ന് പറയുന്ന പുസ്തകവുമായി ബന്ധപ്പെട്ടാണ് എനിക്ക് പെട്ടെന്നത് മനസ്സിൽ അത് സ്ട്രൈക്ക് ചെയ്ത്. കാരണം ട്രിസ്റ്റേ ട്രോപ്പിക്കോ, ലെവി സ്ട്രോസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ, നരവംശാസ്ത്രജ്ഞനാണ്, ലോകത്തിലെ വളരെ പ്രശസ്തനായിട്ടുള്ള നരവംശാസ്ത്രജ്ഞനാണ്, വളരെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ അതും എനിക്ക് എൻ്റെ മനസ്സിൽ അങ്ങനെ ലിങ്ക് ചെയ്യാനുണ്ടായിട്ടുള്ള മറ്റൊരു കാരണം, ഈ ലെവി സ്ട്രോസിനെ വിമർശിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ 20-ാം നൂറ്റാണ്ട് അവസാന ദശകങ്ങളിൽ ലോകത്തെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ദാർശനികനായിട്ടുള്ള യാക്ക് ഡെറിഡ വാസ്തവത്തിൽ രംഗത്ത് വന്നത്. കാരണം ഡെറിഡ ലെവി സ്ട്രോസ് വായിച്ചപ്പം അദ്ദേഹത്തിലൊരു വെള്ളക്കാരനായ പുരുഷനെ കണ്ടിരുന്നു. ആ വെള്ളക്കാരനായ പുരുഷൻ ഈ ലെവി സ്ട്രോസിൻ്റെ ട്രിസ്റ്റേ ട്രോപ്പിക്കയിലും അതുപോലെ മറ്റ് രചനകളിലൊക്കെ ഉണ്ട് എന്നുള്ളത് സ്വാഭാവികമായിട്ടും അത് അദ്ദേഹം ഒരു മോശം മനുഷ്യനാണെന്നുള്ള അർത്ഥത്തിലല്ല. ലെവി സ്ട്രോസിന് വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. അയാൾ മാർക്സിസ്റ്റായിരുന്നു. മാർക്സിസ്റ്റ് എന്ന നിലയിൽ വലിയ മാനവികത പ്രകാശിപ്പിച്ച ആളായിരുന്നു. പക്ഷേ ഒരു വെള്ളക്കാരൻ എന്ന നിലയിൽ സ്വാഭാവികമായി ഉണ്ടായി പോകുന്ന, അല്ലെങ്കിൽ സാധാരണ നമ്മൾക്ക് എപ്പോഴും അറിയാമല്ലോ, നമ്മൾ ഏതെങ്കിലും തരത്തിൽ പ്രിവിലേജ് അനുഭവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ബോധത്തിലും അബോധത്തിലും അറിഞ്ഞും അറിയാതെയും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ആമസോണിൽ ഈ നരവംശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ അദ്ദേഹം പോയപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ആമസോൺ കാടുകൾ, നിങ്ങൾക്കറിയാം, തെക്കേ അമേരിക്കയിലെ ആയിരക്കണക്കിന് 10,000-കണക്കിന് ഏക്കർ വരുന്ന കൊടും വനമാണത്. ആ കൊടും വനത്തെ അകത്തേക്ക് പോയപ്പോൾ ഓരോ ഘട്ടത്തിലും ലെവി സ്ട്രോസ് പറയുന്ന ഓരോരോ വാചകങ്ങളും നമുക്ക് ഇപ്പോഴും വേണമെങ്കിൽ നിങ്ങൾക്ക് ആ പുസ്തകം ലൈബ്രറികളിലൊക്കെ ഉണ്ടാവുമെന്ന് എടുത്ത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും.
വളരെ താല്പര്യപൂർവ്വം വായിക്കാൻ കഴിയുന്നൊരു പുസ്തകമാണ്. കാരണം ശാസ്ത്രപരമായിട്ടുള്ള അന്വേഷണത്തിൻ്റെ അനുഭവത്തിൻ്റെ ഒക്കെ വെളിച്ചത്തിൽ രചിക്കപ്പെട്ടതാണ്. പക്ഷേ ആ പുസ്തകത്തിൽ അദ്ദേഹം അവിടുത്തെ ഈ കൊടുംവനത്തിലെ മനുഷ്യരെക്കുറിച്ച് പറയുമ്പോൾ അറിയാതെ അവരുടെ നന്മയെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കും. പക്ഷേ അറിയാതെ ഇവരെ ഭയങ്കര മോശക്കാരായിട്ട് ചിലപ്പോൾ ഒരു ജൽപ്പനങ്ങൾ പോലെ അറിയാതെ വരുന്നത് പല ഘട്ടങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണല്ലോ നമ്മൾ പൊതുവേ തന്നെ ഈ സാധാരണ നമ്മുടെ സമൂഹത്തിലുള്ള പറയൽ ഇപ്പോൾ അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഇയാൾ പിന്നെ മുസ്ലിം ആണെങ്കിലും ദേശീയവാദിയാണ് എന്ന് പറയേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ പരിവർത്തിക്കുന്ന ഒരു ഘട്ടത്തിൽ അതിന് വളരെ പ്രസക്തിയുണ്ട് എന്നും കൂടിയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ കോളനൈസേഷൻ്റെ പല രീതിയിലും കോളനൈസേഷൻ എല്ലാ കാലത്തും വർക്ക് ചെയ്തിട്ടുള്ള അങ്ങനെ തന്നെയാണ്. നമ്മൾ തന്നെ ഇരകളാക്കുന്ന മനുഷ്യരെ കൊണ്ട് തന്നെ വാസ്തവത്തിൽ ആ രീതിയിൽ സംസാരിപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ അവർക്ക് കഴിയുമെന്നുള്ളതാണ്. വി വിൽ ബി ഫോഴ്സ്ഡ് ടു സേ ലൈക്ക് ദാറ്റ്, ലൈക്ക് വാട്ട് ദേ വാണ്ട് ടു സേ ദംസെൽവ്സ്. അപ്പോൾ അവരെന്താണോ പറയുന്നത് അത് നമ്മൾ തന്നെ പറയുന്നതിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ ഈ ആമസോൺ എന്ന പ്രയോഗം യഥാർത്ഥത്തിൽ ഇവിടെ ഈ അബ്ബാസി പുസ്തകത്തിൽ നോട്ട് ചെയ്യുന്ന ആ കാലത്ത് വന്നിട്ടുള്ള പ്രസിദ്ധീകരണം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. സമയം കുറവാണെന്നുള്ളതുകൊണ്ട് അതൊന്നും എടുക്കാത്തതുകൊണ്ടാണ്. ആ ജംഗിൾ എന്നുള്ള ഒരു പ്രസിദ്ധീകരണം ഇവിടുന്ന് വരികയാണ് അല്ലേ. ആ ജേർണലിൻ്റെ പേര് തന്നെ ജംഗിൾ എന്നാണ്. നമ്മൾ ആലോചിക്കണം, ഈ മലബാറിൽ നിന്ന് മലബാറിലെ സംഭവ വികാസങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി വെള്ളക്കാർ പ്രസിദ്ധീകരിച്ച ഒരു പ്രസിദ്ധീകരണത്തിൻ്റെ പേര് തന്നെ ജംഗിൾ എന്നാണ്. അപ്പോൾ ഈ ജംഗിൾ എന്നുള്ളതും ആമസോൺ എന്നുള്ളതും നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ഈ കൊടും വനത്തിൽ ജീവിക്കുന്ന ക്രൂരരായ മനുഷ്യരെ ഉന്മൂലനം ചെയ്താലും യാതൊരു തെറ്റുമില്ല, അവരെയൊക്കെ വംശഹത്യക്ക് വിധേയമാക്കി കഴിഞ്ഞാൽ യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന കോളനൈസറുടെ ഒരു കാഴ്ചപ്പാട് വാസ്തവത്തിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയുധം കൊണ്ട് വെറുതെ വന്ന് ആളുകളെ കൊല്ലാൻ പറ്റില്ല. ഒരു പ്രദേശത്തെ തകർക്കാനോ നശിപ്പിക്കാനോ ഒരു ജനതയെ ഇല്ലായ്മ ചെയ്യാനോ പറ്റില്ല. മറിച്ച് ആദ്യം തന്നെ ഈ മനുഷ്യർ കൊല ചെയ്യപ്പെടേണ്ടതാണ് എന്ന്, ഇവർ പാകിസ്ഥാൻ അനുകൂലമായി മുദ്രാവാക്യം വിളിക്കുന്നവരാണ് എന്ന് പറയാൻ ഒരു സ്ഫോടനമോ 2 സ്ഫോടനമോ ഉണ്ടാക്കിയാൽ നമ്മുടെ രാജ്യത്ത് മതി, ഇപ്പോഴും മതി. അപ്പോൾ അങ്ങനെ പാകിസ്ഥാൻ അനുകൂലമാണ് എന്ന് പറഞ്ഞാൽ അഷ്റഫിനെ ഇപ്പോൾ 2 ദിവസം മുമ്പ് അഷ്റഫിനെ തല്ലിക്കൊന്നല്ലോ മംഗലാപുരത്ത് നിന്ന്. അപ്പോൾ അങ്ങനെ തല്ലിക്കൊന്നപ്പം പറയുന്നത് പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചതാണ്. അപ്പം അങ്ങനെ വിളിക്കുന്നവരാണ് എന്ന ഒരു ചിത്രം ആദ്യം സമൂഹത്തിൽ ഉണ്ടാക്കണം. അത് തന്നെയാണ് ബ്രിട്ടീഷുകാർ ചെയ്തത്. അതിൻ്റെ തുടർച്ചയിലാണ് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്. ഈ കോളനൈസേഷൻ്റെ ഭാഗമായി ഉൽപ്പാദിപ്പിക്കപ്പെട്ട വിഭജനവും ഭിന്നിപ്പും വിഭാഗീയതയും ആണ് വാസ്തവത്തിൽ ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്നത് എന്ന ഒരു വലിയ പാഠം വാസ്തവത്തിൽ ഈ പുസ്തകം നമുക്ക് നൽകുന്നുണ്ട്. അത് എങ്ങനെയാണ് നമ്മൾ ആശയാധികാര വ്യവസ്ഥ, ഇപ്പോൾ ഈ ഗ്രാംഷിയൊക്കെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എസ്പെഷ്യലി ഈ ഇറ്റലിയിലും ജർമ്മനിയിലൊക്കെയുള്ള കാര്യങ്ങൾ പഠിച്ചതിൻ്റെ ഭാഗമായിട്ട് പറയുന്ന ഒരു വലിയ കാര്യം ഈ സാമ്പത്തിക വ്യവസ്ഥ പോലെ തന്നെ ആശയാധികാര വ്യവസ്ഥ അത് വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പോൾ ആശയാധികാര വ്യവസ്ഥക്ക് അകത്താണ് വാസ്തവത്തിൽ നമ്മളറിയാതെ തന്നെ ഇത്തരം ആക്രാമകമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ആരംഭം കുറിക്കുന്നത്. അപ്പോൾ നമ്മൾ കൊല ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ പറയും, അയാളുടെ അടുത്ത് കുറച്ചൊക്കെ ഉണ്ട്, കിട്ടേണ്ടതാണ്, അവനങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നതിലേക്ക് അവർ കൊല ചെയ്യപ്പെട്ടോട്ടെ എന്ന് പറയും. എന്തിനു പറയുന്നത്? പൗരത്വ നിയമവും ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് എനിക്ക് എൻ്റെ മകൾ ഒരു പോസ്റ്റ് കാണിച്ചു തരാണ്. എനിക്കറിയുന്ന ഫാമിലിയിലുള്ള ഒരു പയ്യൻ, ഒരു ചെറുപ്പക്കാരൻ, നല്ല ചെറുപ്പക്കാരൻ ഇട്ട ഒരു പോസ്റ്റാണ്. ഇത് മലപ്പുറം ജില്ലയിൽ പ്രത്യേക സ്പെഷ്യൽ പോലീസിനെയോ പട്ടാളത്തെയോ വിന്യസിപ്പിച്ചുകൊണ്ട് ഇത് നടപ്പിലാക്കി കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതത്ര ഇന്നസെൻ്റായി സംഭവിക്കുന്നതല്ല. ഇതൊക്കെ വലിയ ഗൂഢമായ പദ്ധതികളുടെ, സാമ്രാജ്യത്തിൻ്റെ, കോർപ്പറേറ്റുകളുടെ, അതിൻ്റെ തുടർച്ചയിൽ വന്നിട്ടുള്ള നവഫാസിസ്റ്റുകളുടെ ഒക്കെ ഒരു അജണ്ടയുടെ കൂടി ഭാഗമാണ്. അപ്പോൾ ഈ രാഷ്ട്രീയമായി നമ്മൾ ചിന്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് ഒരു വായന കൊണ്ടും നമുക്കൊരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെ പ്രതിരോധം എന്നൊക്കെ ഉള്ളത് അതുകൊണ്ട് ഈ ആശയമണ്ഡലത്തിൽ കൂടി പ്രവർത്തിക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ആമസോണിനെ സംബന്ധിക്കുന്ന ഈ പുസ്തകത്തിലുള്ള ഭാഗങ്ങൾ, അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അത് നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ ഹിച്ച്കോക്ക് പറഞ്ഞതും ഈ യൂറോപ്പിലെ വലിയ പത്രക്കാർ എഴുതിയതും വാസ്തവത്തിൽ ഒരേ കാര്യമായിരുന്നു. അവിടെ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന പത്രത്തിൽ വരുന്ന വാക്കുകളും ഇവിടെ ഹിച്ച്കോക്ക് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞതും എഴുതിയതും നമ്മൾ രണ്ടും കൂട്ടി വായിക്കുകയാണെങ്കിൽ അത് കൂട്ടി വായിക്കാനുള്ള ഒരു ശ്രമം അബ്ബാസ് ഈ പുസ്തകത്തിൽ, അതുകൊണ്ടാണ് ഞാൻ ഇത് ക്രിയേറ്റീവാണെന്ന് പറഞ്ഞത്. ഇപ്പോൾ കെ പണിക്കരാണ് ഒരു പക്ഷേ ആദ്യമായിട്ട് ഈ ഗ്രാബ്ജിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്.
പക്ഷേ അങ്ങനെ അത്തരത്തിലുള്ള വലിയ സിദ്ധാന്തങ്ങളൊന്നും ഉപയോഗിക്കാതെ തന്നെ വാസ്തവത്തിൽ ഈ അബ്ബാസ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഇവിടെ ജനിച്ചു വളർന്ന ഒരാൾ എന്നുള്ള നിലയിൽ, അതിനകത്ത് നിന്ന് വളർന്നു വന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഇതിനെയൊക്കെ ആ രീതിയിൽ എങ്ങനെയാണ് അവരന്ന് തന്നെ ഈ മനുഷ്യരെ ഡെമണൈസ് ചെയ്തത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ആവിഷ്കാരം ഈ പുസ്തകത്തിൽ നടക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം അതുകൂടി പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാം. പിന്നെ ഫെമിനിസ്റ്റുകൾ എന്നുള്ളതാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് വളരെ പ്രോഗ്രസീവായ ഒരു ടേമാണ് ഫെമിനിസ്റ്റ് എന്നുള്ളത്, അല്ലേ? എല്ലാവരും ഫെമിനിസ്റ്റ്, ഒരു സ്ത്രീ ആണെങ്കിൽ പുരുഷനാണെങ്കിൽ പോലും നമ്മൾ ഫെമിനിസ്റ്റ് ആവാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഒരു കാലത്തിലാണ് ജീവിക്കുന്നത്. പക്ഷേ ഫെമിനിസ്റ്റ് എന്നുള്ളത് ഒരു ഡെറഗേറ്ററി ടേമായിട്ടാണ് അന്ന് ഉപയോഗിക്കുന്നത്, അല്ലേ? ആളുകളെ ഈ ഫെമിനിസ്റ്റുകൾ കൊടും ഫെമിനിസ്റ്റുകളായിട്ടുള്ള ആളുകളെ ഉൽപ്പാദിപ്പിക്കുന്ന കാടൻ പ്രദേശമാണ്, കൊടും വനമാണ് ഈ മലബാർ എന്ന് പത്രങ്ങൾ എഴുതുകയാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം, ഫെമിനിസ്റ്റുകൾക്ക് എന്താ കുഴപ്പം? അപ്പോഴാണ് നമ്മൾ കാണുന്നത് യൂറോപ്പിൽ ഈ വോട്ടവകാശത്തിന് വേണ്ടി സമരം നടത്തിയിട്ടുള്ള സ്ത്രീകളെയും അവരന്ന് ഫെമിനിസ്റ്റുകൾ എന്നാണ് വിശേഷിപ്പിച്ചത്. അതൊക്കെ ഒരുപാട് തെളിവുകളിലാണ്, റിട്ടേൺ ഡോക്യുമെൻസുകളാണ്. അപ്പോൾ അന്ന് അവിടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, വോട്ടവകാശത്തിന് വേണ്ടി തെരുവിലിറങ്ങി പ്രകടനം നടത്തിയിട്ടുള്ള, സംസാരിച്ചിട്ടുള്ള സ്ത്രീകളെ എങ്ങനെയാണോ ഫെമിനിസ്റ്റുകൾ എന്ന് അധിക്ഷേപിച്ചത്, അതേ രീതിയിൽ മലബാർ സ്ത്രീകൾ പറയാണ്, ഈ കൊടും ക്രൂരരായിട്ടുള്ള, എപ്പോഴും മരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന, അങ്ങനെയാണ് പറയുന്നത്, വില്ലിങ് ടു ഡൈ. അങ്ങനെ മരിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുമോ? ഒരു നിവൃത്തിയില്ലേ മരിക്കുക എന്നുള്ളത്, അതല്ലേ വഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ യഥാർത്ഥത്തിൽ ആ അവസ്ഥയിൽ മരിക്കാൻ വേണ്ടി കാത്തുനിൽക്കുന്ന പുരുഷന്മാരെ, അവരുടെ സ്വത്തിനെ, അവരുടെ കുട്ടികളെ, ഇവരെയൊക്കെ സംരക്ഷിക്കുന്ന ഈ സ്ത്രീകളെ എങ്ങനെ ജീവിക്കാൻ അനുവദിക്കും എന്ന ചോദ്യമാണ് ആ കാലത്ത് അവരുടെ മാധ്യമങ്ങളിൽ ഉയർന്നു വരുന്ന ചോദ്യം. ഇപ്പോൾ നമ്മൾ ഈ ന്യൂസ് അവർ ചർച്ചകളും ഇതൊക്കെ കൂട്ടി വായിക്കാവുന്നതാണ്, അതിൻ്റെ ഒരു സമയമല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടുത്തെ സ്ത്രീകളെ മുഴുവൻ വേട്ടയാടാൻ കൂടി, കുടുംബങ്ങളെ മുഴുവൻ പോലീസിന് കയറി അവർക്ക് എന്താണ് പറയുക, നമ്മൾ എല്ലാ വീടുകളും സെർച്ച് ചെയ്യാനും അവിടെയൊക്കെ വീടുകളിലുള്ള സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ പീഡിപ്പിക്കാനും അത് വലിയൊരു പ്രശ്നമാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, ഈ മാറാട് കലാപമുണ്ടായപ്പോൾ 100-ലധികം ആളുകൾ തടവറയിൽ നിന്ന്, ഓട്ടിസം ഉണ്ടായ കുട്ടി വരെ. അതിപ്പോഴും തുടരുന്നൊരു സംഭവമാണ്. ഭരണകൂടം ഇപ്പോഴും ഓട്ടിസം ഉണ്ടായ ഒരു കുട്ടി ഒരു കാരണവശാലും ഇതിലൊന്നും പങ്കെടുക്കില്ല എന്ന് നമുക്കറിയാലോ. അപ്പോൾ ഒരു പ്രദേശത്ത് ഒരു സംഭവം, ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരി ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അതിന് സമാധാനം എല്ലാ മുസ്ലിങ്ങളും പറയണമെന്ന ഒരു കീഴ്വഴക്കം വാസ്തവത്തിൽ യൂറോപ്പിൽ ഇത് രൂപം കൊണ്ടതാണ് എന്നും, യൂറോപ്യന്മാരാണ് വാസ്തവത്തിൽ അത് ഇവിടെയും അടിച്ചേൽപ്പിച്ചത് എന്നും, അതിൻ്റെ തുടർച്ചയിലാണ് ഇന്നും നവഫാസിസ്റ്റുകൾ ഉൾപ്പെടെ ഈ തരത്തിലുള്ള സംബോധനകളും ഈ തരത്തിലുള്ള അധിക്ഷേപങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഞാൻ പറയുന്നത് ഈ ഫെമിനിസ്റ്റുകൾ എന്ന പ്രയോഗവും വാസ്തവം ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ നിന്നും, ഒരുപക്ഷെ ഇതിൻ്റെ മുഴുവൻ പുസ്തകങ്ങളും ഒക്കെ വായിച്ചിട്ടുള്ള റസാഖിനെ പോലുള്ള ആളുകളൊക്കെ, ഞാനിപ്പോൾ വായിച്ച സ്ത്രീകൾ തന്നെ എഴുതിയിട്ടുള്ളത് ഷംസാദ് ഹുസൈൻ്റെ പുസ്തകമാണ്. ആ പുസ്തകങ്ങളിലും എൻ്റെ ശ്രദ്ധയിൽ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ കണ്ടിട്ടില്ല. കാരണം ഈ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി ഒരു പ്രധാനമാണല്ലോ. നമ്മളുടെ വലിയൊരു പ്രശ്നം അതാണല്ലോ. ഇപ്പോൾ മലബാർ സമരം പോലുള്ള വലിയ സമരം നടന്ന ഒരു സ്ഥലത്ത് നമുക്ക് എന്ത് മ്യൂസിയമാണുള്ളത്? ഞാൻ വിചാരിക്കുക, ഈ സോവിയറ്റ് യൂണിയൻ പോലത്തെ വലിയ രാജ്യം തകർന്നു പോയിട്ടും ഈ വിയറ്റ്നാം തകരാതെ നിന്നത് എനിക്ക് അവിടെ പോയപ്പോൾ തോന്നിയിട്ടുള്ളൊരു അനുഭവം കൂടി നിങ്ങളോട് പങ്കുവെക്കാൻ പറയുകയാണ്. അവിടെ ഈ ഹോച്ചിമിൻ സിറ്റിയിലോ അല്ലെങ്കിൽ ഹനോയിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ ചരിത്രം ഇങ്ങനെ അവിടുത്തെ നാട്ടുകാരെ വന്ന് കാണുകയാണ്. സാമ്രാജ്യത്വം നടത്തിയിട്ടുള്ള അതിക്രമങ്ങളെക്കുറിച്ച്, അവർ നടത്തിയിട്ടുള്ള കൊലപാതകങ്ങളെക്കുറിച്ച്, അവർ മനുഷ്യർക്കിടയിൽ ഓറഞ്ച് ഏജൻറ്റ് എങ്ങനെയാണോ ആ മനുഷ്യരിലേക്ക് അവർ എത്തിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് ഒക്കെയുള്ള കാഴ്ചകൾ നാട്ടുകാർ കണ്ടുക. നമ്മളെപ്പോലെ നാട് കാണാൻ പോകുന്ന ആളുകളല്ല, അവിടുത്തെ നാട്ടുകാർ തന്നെ വന്ന് കാണുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അവിടുത്തെ ജനതയ്ക്ക് അതിനെ ഇപ്പോഴും റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു വീര്യമുണ്ട്. അതുകൊണ്ട് അവർ ഇപ്പോഴും ചെറിയ രാജ്യമായിട്ടും വലിയ സാമ്പത്തിക പരിഷ്കരണങ്ങൾ ലോകത്താകെ വരുമ്പോഴും അവരിപ്പോഴും പിടിച്ചു നിൽക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ വാര്യംകുന്നൻ്റെ ഒരു കവറ് കാണണമെങ്കിൽ, അല്ലെങ്കിൽ അതുപോലുള്ള മറ്റെന്തെങ്കിലും ഒരു എവിഡൻസ് കാണണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലാണ്. നമ്മളടുത്ത് എന്താണുള്ളത്, ചരിത്രത്തിൻ്റെ ശേഷിപ്പുകൾ എത്ര ഉണ്ട് നമ്മളടുത്തുണ്ട്.
നമ്മളത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൽ വളരെ പരാജയമാണ്. അപ്പോൾ അതുകൊണ്ട് അബ്ബാസ് വിദേശങ്ങളിൽ പോയിട്ട് മറ്റ് ലൈബ്രറികളിലൊക്കെ പോയിട്ട് ഇതൊക്കെ സംഘടിപ്പിക്കുകയും ഇതൊക്കെ പരാമർശിക്കുകയും ഈ പുസ്തകത്തിൽ വളരെ കൃത്യമായി അടയാളപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളത് വലിയ രീതിയിലുള്ള ഒരു കോൺട്രിബ്യൂഷനായിട്ടാണ്, വലിയ സംഭാവനയായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഈ എങ്ങനെയാണ് നമ്മൾ ഭാഷ, വാക്കുകൾ വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മളെ ഭാഷ തന്നെ, നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങൾ തന്നെ എങ്ങനെയാണ് വാസ്തവത്തിൽ നമ്മളെ അധിനിവേശ ശക്തികൾ കീഴടക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചത് എന്ന ഒരു വായന ഇതിൽ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഡെറിഡ ലെവിസ്ട്രോസിൽ ഒരു പുരുഷ പടിഞ്ഞാറിനെ കണ്ടതുപോലെ നമുക്ക് പടിഞ്ഞാറ് എല്ലാ ഇപ്പം ഏറ്റവും ഒടുവിൽ നമ്മൾ ഇയാൾ പറയുന്നത്, ട്രംപ് പറയുന്നത് എനിക്ക് ഒരു അടുത്ത പോപ്പാവണമെന്നാണ്. അയ്യോ കാലക്കേടിൽ നിന്ന് രക്ഷിക്കണേ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അപ്പോൾ അത് വാസ്തവത്തിൽ മുസോളിനി യഥാർത്ഥത്തിൽ പ്ലാൻ ചെയ്തത് റോമിൽ വെച്ചായിരുന്നു എന്നുള്ളത്, പോപ്പുമായിട്ടുള്ള കൂടിക്കാഴ്ചയുടെ ഭാഗമായിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ പറയാറില്ല. നമ്മൾ ഹിറ്റ്ലർ മുസോളിനി എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പാശ്ചാത്യ കത്തോലിക്ക മതവും അതിൻ്റെ അധിനിവേശവും അതുമായി ബന്ധപ്പെട്ടിട്ട് നടന്നിട്ടുള്ള ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ആ അധിനിവേശങ്ങളുമൊക്കെ നമ്മൾ തിരിച്ചറിയുകയും അനാവരണം ചെയ്യുകയും വേണ്ടത്. അതിന് ഒരുപക്ഷെ വലിയ സാഹസികമായ പ്രവർത്തനങ്ങളും വലിയ സാക്രിഫൈസും നമ്മൾ ചെയ്യേണ്ടി വരും. തീർച്ചയായും പുതിയ തലമുറക്ക് ഒട്ടനവധി ഗവേഷണത്തിനുള്ള പഠനത്തിനുള്ള മെറ്റീരിയൽസ് ഈ പുസ്തകം മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റ് കാര്യങ്ങളൊക്കെ വളരെ വിശദമായി റസാക്ക് കൂടി പറയാനുള്ളതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി. താങ്ക് യു. സന്തോഷം. പിന്നെ ഇനി അടുത്തത് നമുക്ക് സംസാരിക്കാനുള്ളത് എല്ലാവർക്കും അറിയാം, PSMO കോളേജിൻ്റെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റ് തലവനായിരുന്നു, നമ്മുടെ എല്ലാവരെയും നാട്ടുകാരനാണ്, ഈ പ്രദേശത്തുകാരനാണ്, പ്രൊഫസർ PP അബ്ദുൾ റസാക്ക്. അദ്ദേഹം യൂണിവേഴ്സിറ്റിയുടെ ഡീനും ആയിരുന്നു. അതിലേറെ മലബാർ സമരത്തെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ കഴിയുന്ന വ്യക്തി കൂടിയാണ്. നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാം. Dear fellow panelists, Abbas and Professor Focus, Professor Hasnain, I'm really sorry, you'll excuse me for speaking in vernacular. Since this is a session on decolonizing historiography, I am reminded of the words of that Vattiyango, Ngungi Vattiyango, the African novelist, who advised the intellectuals of the Third World that one should liberate from the linguistic imperialism of English. He advised the Third World intellectuals. In that sense, I can just justify my stance. Okay, back in Malayalam. അപ്പം ഈ എല്ലാ ചരിത്ര സംഭവങ്ങൾക്കും ഒരു രണ്ടാം ജന്മം ഉണ്ടാവും. എല്ലാ ചരിത്ര സംഭവങ്ങളും നിഷ്കൃഷ്ടമായിട്ടുള്ള അപഗ്രഥനത്തിന് വിധേയമാക്കപ്പെടും. മലബാർ കലാപചരിത്രവും അല്ലെങ്കിൽ മലബാർ സമരചരിത്രവും അതിൽ നിന്ന് വ്യത്യസ്തമല്ല. 100-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ നമ്മൾ കാണുന്നത് പുതിയ പഠനങ്ങൾ, പുതിയ രീതിയിൽ ഉള്ള വായനകൾക്ക് ഈ കലാപ ചരിത്രം വിധേയമാക്കപ്പെടുന്നതാണ്, അല്ലെങ്കിൽ സമരചരിത്രം വിധേയമാക്കപ്പെടുന്നതാണ്. ഹോബ്സ്ബാം എന്ന് പറയുന്ന വിഖ്യാതനായിട്ടുള്ള ചരിത്രകാരൻ്റെ ഒരു നിരീക്ഷണമുണ്ട്. Histories are being written profusely. What is required is the existence of historians. ചരിത്രം അപാരമായിട്ട് നിർമ്മിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്, ധാരാളം ചരിത്രങ്ങൾ എഴുതിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ കാലഘട്ടത്തിൻ്റെ ആവശ്യം ചരിത്രകാരന്മാരുണ്ടാവുക എന്നുള്ളതാണ്. അത് വെറും ചരിത്രകാരന്മാരല്ല, ഒരു വിശ്വാസവും വേരുറച്ച് പോയിട്ടില്ലാത്ത ചരിത്രകാരന്മാരുണ്ടാവുക എന്നതാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യം എന്നുള്ളതാണ്. അപ്പോൾ മലബാർ കലാപ അല്ലെങ്കിൽ മലബാർ സമരചരിത്രത്തിൻ്റെ അതിൻ്റെ ഒരു ഹിസ്റ്റോറിയോഗ്രാഫി പരിശോധിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് ഈ കീത്ത് ജെങ്കിൻസ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് മോഡേൺ ചരിത്രകാരനുണ്ട്. കീത്ത് ജെങ്കിൻസിൻ്റെ റീതിങ്കിങ് ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകത്തിൽ ഈ ആധുനികോത്തര ചരിത്രമെന്ന് പറയുന്ന ഒരു ജ്ഞാനസ്വരൂപത്തിൻ്റെ ഈ പോസ്റ്റ് മോഡേൺ കാലഘട്ടത്തിൻ്റെ ഗതി എന്താണ്, അതിൻ്റെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഹി ഇക്വേറ്റ്സ് ഹിസ്റ്ററി വിത്ത് ദാറ്റ് ഓഫ് എ ബേക്കറി.
ഒരു ബേക്കറിയുമായിട്ട് അദ്ദേഹം ചരിത്രം എന്ന് പറയുന്ന ജ്ഞാനരൂപത്തെ സമീകരിക്കുകയാണ്. എന്താ അദ്ദേഹം പറയുന്നത്, നമ്മളിപ്പം ബേക്കറിയിൽ പോയിട്ട് റൊട്ടി വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേക്കറിക്കാരൻ, ദി ബേക്കറി വാല വിൽ ആസ്ക് വാട്ട് കൈൻഡ് ഓഫ് ബ്രെഡ് യു വാണ്ട്, വാട്ട് ഈസ് യുവർ culinary പർപ്പസ്. നിങ്ങൾക്ക് എന്തിനാണ് നിങ്ങൾ റൊട്ടി വാങ്ങുന്നത്? നിങ്ങൾക്ക് ബർഗർ ഉണ്ടാക്കാനാണോ, നിങ്ങൾക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാനാണ്? സാൻഡ്വിച്ച് ഉണ്ടാക്കാനാണെങ്കിൽ യു ബൈ ദിസ് സർക്കുലർ ബ്രെഡ്. നിങ്ങൾക്ക് ബർഗർ ഉണ്ടാക്കാനാണെങ്കിൽ നിങ്ങൾ ഈ സ്ക്വയർ ബ്രെഡ് വാങ്ങിക്കോളൂ. ഇതാണ് നിങ്ങളുടെ പർപ്പസ് എന്താണ്, നിങ്ങളുടെ പാചക ഉദ്ദേശം എന്താണ്, അതിനനുസരിച്ചുള്ള ബ്രെഡായിരിക്കും ബേക്കറിയിൽ നിന്ന് തരിക. അതേ മാനദണ്ഡം ഉപയോഗിച്ചുകൊണ്ട്, അതേ മെറ്റഫോർ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ മലബാർ കലാപ ചരിത്രത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, സപ്പോസ് യു ഗോ ടു എ ബുക്ക് സ്റ്റാൾ ആൻഡ് ആസ്ക് ഫോർ എ ബുക്ക് ഓൺ മലബാർ ഹിസ്റ്ററീസ് ഓർ history of Malabar rebellion or Malabar struggle, then the vendor will ask you what type of Malabar rebellion you want. നിങ്ങൾക്ക് മലബാർ കലാപത്തിൻ്റെ ഏത് വെർഷനാണ് വേണ്ടത്? നിങ്ങൾക്കൊരു റിവിഷനിസ്റ്റ്, പക്ക റിവിഷനിസ്റ്റ് പെർസ്പെക്റ്റീവിലുള്ള മലബാർ റെബല്യനാണ് വേണ്ടതെങ്കിൽ, മലബാർ കലാപ ചരിത്രമാണ് വേണ്ടതെങ്കിൽ, നിങ്ങൾ സ്റ്റീഫൻ ഡെയിലിൻ്റെ പുസ്തകം കൊണ്ടുപോയിക്കോളൂ എന്ന് പറയും. അതല്ല, നിങ്ങൾക്ക് പക്ക മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവിലുള്ള പുസ്തകമാണ് വേണ്ടത്, മലബാർ കലാപമാണ് വേണ്ടതെങ്കിൽ, നിങ്ങൾ മോപ്പുലർ റെബല്യൻ എന്ന് പറയുന്ന കോൺറാഡ് വുഡിൻ്റെ പുസ്തകം കൊണ്ടുപോയിക്കോളൂ എന്ന് പറയും. അതല്ല, കുറേയും കൂടെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഗ്രാംഷിയൻ മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവിലുള്ള മലബാർ കലാപമാണ് വേണ്ടതെങ്കിൽ, നിങ്ങൾ KN പണിക്കരുടെ പുസ്തകം കൊണ്ടുപോയിക്കോളൂ എന്ന് പറയും. നിങ്ങൾക്ക് ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവിലുള്ള മലബാർ കലാപ ചരിത്രമാണ് വേണ്ടതെങ്കിൽ, നിങ്ങൾ P. ഗീതയുടെ പുസ്തകം കൊണ്ടുപോയിക്കോളൂ എന്ന് പറയും. നിങ്ങൾക്കൊരു ഓറൽ ഹിസ്റ്ററി പെർസ്പെക്റ്റീവിലുള്ള മലബാർ കലാപമാണ് വേണ്ടതെങ്കിൽ, നിങ്ങൾ ഷംസദ് ഹുസൈൻ്റെ പുസ്തകം വാങ്ങിക്കോളൂ എന്ന് പറയും. അതല്ല, നിങ്ങൾക്കൊരു പോസ്റ്റ് മോഡേൺ പെർസ്പെക്റ്റീവിലുള്ള മലബാർ കലാപ ചരിത്രമാണ് വേണ്ടതെങ്കിൽ, നിങ്ങൾ A.T. അൻസാരിയുടെ പുസ്തകം കൊണ്ടുപോയിക്കോളൂ എന്ന് പറയും. ഇപ്പോൾ ഇതാ, നിങ്ങൾക്കൊരു ഡീകോളനൈസ്ഡ് ഹിസ്റ്റോറിയോഗ്രാഫിയുടെ മലബാർ കലാപമാണ് വേണ്ടതെങ്കിൽ, അബ്ബാസ് പനക്കലിൻ്റെ പുസ്തകം കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുന്ന തലത്തിലേക്ക് മലബാർ കലാപ ചരിത്രം അത്ര വ്യാപ്തി വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പെർസ്പെക്റ്റീവൽ നോളജ് എന്നാണ് ഫുക്കോ ഹിസ്റ്ററിയെക്കുറിച്ച് പറയുന്നത്. അതായത് നമ്മളെ കാഴ്ചപ്പാടിൻ്റെ ചരിത്രമാണ്, ചരിത്രകാരൻ്റെ കാഴ്ചപ്പാടിൻ്റെ ചരിത്രമാണ്. അപ്പം ഇതിനകത്തിപ്പോൾ 100ാം വാർഷികം ആഘോഷിക്കുമ്പോഴും നമ്മൾ കാണുന്നൊരു പ്രത്യേകത, ഞാൻ പറയുന്നു, 2020 നവംബർ 15-നാണ് ഓർഗനൈസറിൽ ഒരു ലേഖനം വരുന്നത്. ഓർഗനൈസർ ആരാണ്, എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതിലൊരു ലേഖനത്തിലാണ് ആദ്യമായിട്ട് ഈ മലബാർ കലാപത്തെ ഒരു ഹിന്ദു ജനോസൈഡ്, ഹിന്ദു വംശഹത്യയാണ് എന്ന് വാദിക്കുകയും, അത് ഒരു സ്പെഷ്യൽ പതിപ്പായിരുന്നു. അതിൽ മലബാറിലെ മരണക്കിണറുകളെക്കുറിച്ചൊക്കെയുള്ള വലിയ ലേഖനങ്ങളാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത്, ഈ ഓർഗനൈസറിലെ ലേഖനം വന്നതിൻ്റെ പിറ്റേ മാസം കേന്ദ്ര ഗവൺമെൻറ് ICHR ഈ 387 രക്തസാക്ഷികളെ, മലബാർ കലാപവുമായിട്ട് മരിച്ചിട്ടുള്ള രക്തസാക്ഷികളെ രക്തസാക്ഷി നിഘണ്ടുവിൽ നിന്ന് മാറ്റുന്നു. ആ മാറ്റിയത് വലിയ ഉപകാരമായി. പണ്ട് മലബാർ കലാപം നടന്നന്ന് കലാപത്തിൽ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളെക്കുറിച്ചും മതം മാറ്റപ്പെട്ട ഹിന്ദുക്കളെക്കുറിച്ചും അന്വേഷിക്കാൻ വേണ്ടി ഡോക്ടർ മൂഞ്ചെ എന്ന് പറയുന്ന ഹിന്ദു മഹാസഭ നേതാവിനെ മലബാറിലേക്ക് അയക്കുന്നുണ്ട്. അദ്ദേഹം വിശാലമായ ഒരു റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഹിന്ദു മഹാസഭയുടെ ആസ്ഥാനത്തേക്ക്. ആ റിപ്പോർട്ട് തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയോ? ആ റിപ്പോർട്ട് തുടങ്ങുന്നത്, നമ്മൾ മലബാറിലെ മുസ്ലിം സഹോദരന്മാരോട് നന്ദിയുള്ളവരായിരിക്കണം, അവരാണല്ലോ ഈ കലാപത്തിലൂടെ നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്നതും ഹിന്ദു സമുദായ സംഘാടനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തിയതും. അതുകൊണ്ട് വി ഹാവ് ടു ബി താങ്ക്ഫുൾ ടു ദി മോപ്ല റെബൽസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ റിപ്പോർട്ട് തുടങ്ങുന്നത്. സമാനമായിട്ട് ഞാൻ പറയുന്നു, ICHR 387 രക്തസാക്ഷികളെ ഈ രക്തസാക്ഷി നിഘണ്ടുവിൽ നിന്ന് മാറ്റിക്കൊണ്ട് ഇതിനെ ഒരു ഹിന്ദു വംശഹത്യയായി ചിത്രീകരിച്ചത് കൊണ്ടാണ് എത്ര പുതിയ പഠനങ്ങൾ വന്നു എന്ന് നിങ്ങൾ അന്വേഷിച്ച് നോക്കുക. ബിനുരാജ് മുതൽ അബ്ബാസ് പനക്കൽ വരെയുള്ള ധാരാളം പുതിയ പുസ്തകങ്ങൾ വന്നത് 2021-22 കാലത്താണ്.
അതിന് കാരണം, അതിന് പ്രകോപനം എന്ന് പറയുന്നത് ഇതിനെ വംശഹത്യയായിട്ട് ചിത്രീകരിച്ചു. അതുകൊണ്ട് തന്നെ ICHR നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. കാരണം നമുക്ക് ഒരുപാട് പുതിയ ആകരങ്ങൾ കണ്ടെത്താൻ പറ്റി, പുതിയ സ്രോതസ്സുകൾ കണ്ടെത്താൻ പറ്റി, പുതിയ രീതിയിലുള്ള വായനകൾ വന്നു. അങ്ങനെയാണ് എത്ര പുസ്തകങ്ങളാണെന്ന് നോക്കൂ. അത് ചരിത്രകാരൻ ഇപ്പം അബ്ബാസ് അല്ലെങ്കിൽ സാറ് പറഞ്ഞ പോലെ അബ്ബാസ് നമ്മുടെ ചരിത്ര രചന ശാസ്ത്രത്തിൽ അവഗാഹം നേടിയിട്ട് ചരിത്രകാരനായതല്ല, വേറെ ഒരു ഡിസിപ്ലിനിൽ നിന്ന് വഴിമാറി വന്ന ആളാണ്. അങ്ങനെയുള്ള ധാരാളം പേര് അല്ലേ. ഇപ്പം നമ്മുടെ ഈ പോരാളികൾ വരച്ച ഭൂപടങ്ങൾ എന്ന് പറയുന്ന P. സുരേന്ദ്രൻ അല്ലേ. അങ്ങനെയുള്ള ധാരാളം പഠനങ്ങൾ വരാൻ കാരണക്കാരായിട്ടുള്ളത് ICHR ആണ്, കേന്ദ്ര ഗവൺമെൻറ്റാണ്. അവരോട് നമ്മൾ നന്ദി പറയുകയാണ്. പിന്നെ ഈ പുസ്തകം മുന്നോട്ട് വെക്കുന്ന ചില പ്രമേയങ്ങളോട് പുറത്ത് നിന്നുള്ള ചില പ്രതികരണങ്ങളാണ് ഞങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ഇതിൽ പറയുന്നത് ഡീകോളനൈസിങ് ഹിസ്റ്റോറിയോഗ്രാഫി എന്നാണ് ഇതിൻ്റെ സബ് ടൈറ്റിൽ എന്ന് പറയുന്നത്. മൊസലിയാർ കിങ് രണ്ടാമത് വരുന്നത് ഡീകോളനൈസിങ് ഹിസ്റ്റോറിയോഗ്രാഫി എന്നുള്ളതാണ്. അതിനകത്ത് വളരെ വലിയൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ സഭ എന്നാൽ ചരിത്ര വിദ്യാർത്ഥികൾ ഉണ്ടാവും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ചരിത്രപരമായിട്ടാണ് സംസാരിക്കുന്നത്. 4-5 വർഷം മുമ്പ് ഈ കീഴാള ചരിത്ര രചനയുടെ വക്താവായിട്ടുള്ള രണജിത് ഗുഹ, പാർത്ഥ ചാറ്റർജി ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലിയിൽ ആഫ്റ്റർ സബാൾട്ടേൺ എന്ന് പറഞ്ഞ ഒരു ലേഖനം എഴുതുന്നുണ്ട്. ആ ലേഖനം സബാൾട്ടേൺ ഹിസ്റ്റോറിയോഗ്രാഫി പ്രധാനമായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇവിടുത്തെ കീഴാളർ എന്താണ്, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ അവരുടെ റോൾ എന്താണ്, അവരുടെ പങ്ക് എന്താണ് എന്ന് അന്വേഷിക്കുകയായിരുന്നു. അപ്പോൾ ആ രീതിയിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചരിത്രരചനാ പദ്ധതിയുമായിട്ട് വന്ന ഒരു സ്കൂളായിരുന്നു ഈ പറയുന്ന കീഴാള ചരിത്രരചന വിഭാഗം എന്ന് പറയും. പക്ഷെ അവർ 10-20 വർഷത്തിന് ശേഷം ഒരു തരത്തിലുള്ള കുമ്പസരിക്കുന്ന രീതിയിലുള്ള ആ ലേഖനത്തിൽ പാർത്ത് പറയുന്നൊരു കാര്യം, ഞങ്ങൾ കീഴാളരുടെ ചരിത്രമാണ് എഴുതിയതെങ്കിലും ആ എഴുതാൻ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള സ്രോതസ്സുകൾ മിക്കതും തന്നെ വരേണ്യ സ്രോതസ്സുകളാണ്. ഈ പറയുന്ന ബ്രിട്ടീഷ് രേഖകളെ ആധാരമാക്കിയിട്ടാണ്. അതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ പരാജയം. We didn't go for these everyday practices of the subaltern people, their narratives, their folklore, etc. etc. അവരുടെ കീഴാള ജനതയുടെ ഉപാദാനങ്ങൾ തേടി, അവരുടെ ദൈനംദിന ജീവിതത്തിലെ ആഖ്യാനങ്ങൾ തേടി ഞങ്ങൾ നടന്നില്ല എന്നതായിരുന്നു ഞങ്ങളുടെ പരാജയം. അത് കോണ്ടെക്സ്റ്റുവലായിട്ട് ഓർക്കുകയാണ്. അതേസമയം തന്നെ നമ്മൾ ഡീകോളനൈസിങ് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന അഭാസ് പറയുന്ന കാര്യത്തിൽ ചില പരിമിതികളുണ്ട്. കാരണം ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രാഫിയിൽ തന്നെയുള്ള ആഭ്യന്തരമായിട്ടുള്ള സംഘർഷങ്ങളുണ്ട്, ആഭ്യന്തരമായിട്ടുള്ള എന്താ പറയുക, ഇൻറ്റേർണൽ റിഫ്റ്റുകളുണ്ട്. ഉദാഹരണത്തിന് കൊളോണിയൽ മലബാർ കലാപത്തെക്കുറിച്ചുള്ള ഒരു അധിനിവേശ ആഖ്യാനത്തിൻ്റെ ഏറ്റവും പ്രബലമായിട്ടുള്ള ഉദാഹരണം എന്ന് പറയുന്നത് ഹിച്ച്കോക്കിൻ്റെ പുസ്തകമാണ്. ഹിച്ച്കോക്കാണ് കൃത്യമായിട്ടുള്ള ഒരു ബ്രിട്ടീഷ് പെർസ്പെക്റ്റീവിൽ മലബാർ കലാപത്തെ അടയാളപ്പെടുത്തിയാൽ. പക്ഷെ അപ്പോഴും അദ്ദേഹം ആ ബ്രിട്ടീഷ് പക്ഷപാതി ആവുമ്പോഴും അതിൻ്റെ 3-ാം പേജിൽ പറയുന്നൊരു കാര്യമുണ്ട്. 3-ാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇതിനെ ഒരു മാപ്പിള ലഹള എന്ന് വിളിക്കുന്നത് ശരിയല്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, അദ്ദേഹം 924 എഴുതിയ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ മലബാർ റെബല്യൺ എന്നാണ്, മാപ്പിള റെബല്യൺ എന്നല്ല. അപ്പം 3-ാം പേജിൽ അദ്ദേഹം പറയുന്നത്, ധാരാളം ഹിന്ദുക്കൾ ഈ കലാപത്തിൽ പങ്കെടുത്തതിനാലും ധാരാളം മുസ്ലിങ്ങൾ കലാപത്തിൽ പങ്കെടുക്കാതെ മാറി നിന്നതിനാലും ഇതിനെ മാപ്പിള കലാപം എന്ന് ഒരു കാരണവശാലും വിളിക്കാൻ പാടില്ല എന്ന് 3-ാമത്തെ പേജിൽ പറയുന്നു. 153-ാമത്തെ പേജിൽ അദ്ദേഹം വാര്യംകുന്നത്ത് കുഞ്ഞാമുമദാജിയെ വിചാരണ ചെയ്യുന്ന കാര്യം പറയുന്നിടത്ത് അദ്ദേഹം പറയുന്നത്, വാര്യംകുന്നത്ത് മറുപടി പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്, ഖിലാഫത്ത് തുർക്കിയുടെ കാര്യമാണ്, ഞാൻ പോരാടിയതും ഞാൻ നേടിയതും സ്വരാജ്യമാണ്. ഇതിലും വലിയ തെളിവ് എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഇത് മലബാർ കലാപം വംശീയ ഹിന്ദു വിരുദ്ധ കലാപമല്ല എന്നുള്ളതിന് തെളിവ് ഇദ്ദേഹം ഖിലാഫത്തിന് വേണ്ടിയല്ല പ്രവർത്തിച്ചതെന്ന് അതിൻ്റെ നേതാവ് പറയാണ്. ഞാൻ തുർക്കിയുടെ കാര്യമാണ് ഖിലാഫത്ത്,
ഞാൻ പോരാടിയതും ഞാൻ നേടിയതും സ്വരാജ്യമാണ്, ഗാന്ധി സ്വപ്നം കണ്ട സ്വരാജ്യമാണ്. അതേപോലെ തന്നെ ടി.എൽ. സ്ട്രേഞ്ച് നേരത്തെ ഇവിടെ ഈ ജംഗിൾ മാപ്പിളാസിനെ കുറിച്ച് പറഞ്ഞു. ജംഗിൾ മാപ്പിള, കാട്ടുമാപ്പിള എന്നുള്ള പ്രയോഗം വരുന്നത് ടി.എൽ. സ്ട്രേഞ്ച് എന്ന് പറയുന്ന 19-ാം നൂറ്റാണ്ടിൽ 32ഓളം മാപ്പിള കലാപങ്ങൾ നടക്കുന്നുണ്ട്. ആ മാപ്പിള കലാപങ്ങൾ അന്വേഷിക്കാൻ വെച്ച കമ്മീഷൻ്റെ പേരാണ് ടി.എൽ. സ്ട്രേഞ്ച് കമ്മീഷൻ. ആ കമ്മീഷനാണ് ഇവിടുത്തെ കലാപങ്ങൾക്ക് കാരണം കാർഷിക രംഗത്തെ അതൃപ്തിയല്ലെന്നും മറിച്ച് മാപ്പിളമാർക്ക് സ്വതവേയുള്ള മതഭ്രാന്താണെന്നും ആ മതഭ്രാന്ത് വളർത്തുന്നത് മമ്പുറം തങ്ങളാണെന്നും അതുമാത്രമല്ല മാപ്പിളമാർ കയ്യിൽ കൊണ്ട് നടക്കുന്ന കത്തിയാണെന്നും അവരുടെ പള്ളിയാണെന്നും ഈ 3 സാധനങ്ങൾ നിരോധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കലാപം അവസാനിക്കുമെന്നാണ് ടി.എൽ. സ്ട്രേഞ്ചിൻ്റെ റിപ്പോർട്ട്. ഞാൻ പറയുന്നു, ഈ ടി.എൽ. സ്ട്രേഞ്ച് റിപ്പോർട്ട് കഴിഞ്ഞ് ബ്രിട്ടീഷുകാർ ടി.എൽ. സ്ട്രേഞ്ച് റിപ്പോർട്ട് അനുസരിച്ച് കൊണ്ട് മമ്പുറം തങ്ങളെ നാട് കടത്തുന്നു. ആ മമ്പുറം തങ്ങൾ പിന്നെ ഹിജാസിൽ ഈ പറയുന്ന ഓട്ടമൻ സാമ്രാജ്യ ചക്രവർത്തിയുമായിട്ടും ബ്രിട്ടീഷുകാരുമായിട്ടുള്ള സന്ധിയിലൊക്കെ ഏർപ്പെടുന്ന ഒരു മധ്യവർത്തിയായിട്ട് മാറുന്ന സമയത്ത് ഹിജാസിലെ ബ്രിട്ടീഷ് ഹൈ കമ്മീഷണർ മമ്പുറത്തേക്കൊരു കത്ത് എഴുതുന്നുണ്ട് 1875. ആ കത്തിൽ എന്താ പറയുന്നത്? നിങ്ങളുടെ അമ്മാവനെക്കുറിച്ച് ഞങ്ങൾ വേണ്ടാത്തതായിരുന്നു ധരിച്ചു വച്ചിരുന്നത് 1852. പക്ഷേ ഇന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അദ്ദേഹത്തെ പോലെ വിവരമുള്ള, അദ്ദേഹത്തെ പോലെ ധാരണയുള്ള ഒരു സ്റ്റേറ്റ്സ്മാൻ വേറെ ഇല്ല. ഞാൻ പറഞ്ഞു വരുന്ന പോയിൻ്റ് ഇത്രയേ ഉള്ളൂ. എല്ലാ ബ്രിട്ടീഷ് റെക്കോർഡുകളും ഒരേ പാറ്റേണിലല്ല പോകുന്നത്. അതിനകത്ത് ഈ ബ്രിട്ടീഷ് ആഖ്യാനങ്ങൾക്കകത്ത് തന്നെയുള്ള തമോഗർത്തങ്ങളെ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്ന ഉദ്ദേശം. അതുകൊണ്ട് അബ്ബാസ് ചിലപ്പോൾ സൂചിപ്പിക്കുന്ന ഡീകോളനൈസിങ് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുമ്പോൾ മുഴുവൻ കോളനി രേഖകളെയും അല്ലെങ്കിൽ അധിനിവേശ രേഖകളെയും അങ്ങനെ തന്നെ അവിശ്വസിക്കേണ്ടതില്ല. ഇപ്പം ഷാഹിദ് അമീൻ്റെ അതിസുന്ദരമായൊരു പുസ്തകമുണ്ട്, ഇവൻ മെറ്റഫോർ മെമ്മറി, ചൗരി ചൗര 1922 to 1992 എന്ന് പറയുന്ന പുസ്തകമാണ്. ആ പുസ്തകത്തിൽ എങ്ങനെയാണ് അധിനിവേശ ശക്തികൾ അവരുടെ രേഖ ഉണ്ടാക്കിയത്, ഇപ്പം ജുഡീഷ്യൽ രേഖ ഉണ്ടാക്കിയത് എങ്ങനെയാണ്, ക്യൂൻസ് വിറ്റ്നസ് എന്ന് പറഞ്ഞിട്ട് ഒരു മാപ്പുസാക്ഷിയുടെ രേഖ ഉണ്ടാക്കുന്നത് കൃത്രിമമായിട്ട്. അപ്പം കോളനി രേഖകൾ അല്ലെങ്കിൽ അധിനിവേശ ശക്തികൾ ഉപേക്ഷിച്ച് പോയിട്ടുള്ള രേഖകളെ നമ്മൾ അവിശ്വസിക്കണം. പക്ഷെ അതിനെ പൂർണ്ണമായി തള്ളിക്കളയേണ്ടതില്ല. അതിനകത്ത് തന്നെ ആഭ്യന്തരമായിട്ടുള്ള റിഫ്റ്റുകളുണ്ട്, അതിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല വേറൊരു കാര്യമുള്ളത്, ഈ കൊളോണിയൽ രേഖകളെ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാലുണ്ടാവുന്ന പൂർണ്ണമായിട്ടും അത് ആധികാരിക പ്രമാണങ്ങളാണ് എന്ന് ധരിച്ചു കഴിഞ്ഞാലുണ്ടാവുന്ന അപകടം എന്താണ് എന്ന് വർത്തമാന ഇന്ത്യ തിരിച്ചറിയുന്നുണ്ട്. ഞാൻ 3 ഉദാഹരണം പറയാം. ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രാക്രമണമാണല്ലോ ഇന്നിപ്പോൾ ഈ പറയുന്ന സംഘപരിവാർ ശക്തികൾ അവരുടെ ആയുധമായിട്ട് ഉപയോഗിക്കുന്നത്. സത്യത്തിൽ ആ ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്ര ആക്രമണം എന്ന് പറയുന്ന ആഖ്യാനം കൃത്യമായിട്ട് ആദ്യം അടയാളപ്പെടുത്തുന്നത് അലക്സാണ്ടർ ഡോ എന്ന് പറയുന്ന കൊളോണിയൽ ചരിത്രകാരനാണ്. അദ്ദേഹം ടർക്കിഷ് രേഖ മാത്രം, അറബി രേഖകളോ ജൈൻ രേഖകളോ സംസ്കൃത രേഖകളോ ഒന്നും പരിശോധിക്കാതെ 7 തരത്തിലുള്ള, പിന്നീട് റോമില്ലാത്ത പറഞ്ഞത് പരിശോധിക്കുന്നുണ്ട്, അതിനകത്ത് ടർക്കിഷ് ആഖ്യാനത്തെ മാത്രം കേന്ദ്രീകരിച്ചു കൊണ്ടാണ് അത് ഒരു ഇസ്ലാമിക ആവേശത്താൽ ഈ ഗസ്നി നടത്തിയിട്ടുള്ള ക്ഷേത്രാക്രമണം എന്ന ആഖ്യാനത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് അത് അടയാളപ്പെടുത്തി പൂർണ്ണമായിട്ടും അത് സ്ഥാപിച്ചെടുക്കുന്നത് അലക്സാണ്ടർ ഡോ ആണ്. ഇതേപോലെ തന്നെ ബാബരി മസ്ജിദ് വിഷയം കത്തിച്ച് കളഞ്ഞത് ഈ പറയുന്ന സ്പൈസാബാദ് ഗസറ്റിയറിൽ അലക്സാണ്ടർ കണ്ണിങ്ഹാം എന്ന് പറയുന്ന മറ്റൊരു ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹമാണ് 1,75,000 രക്തസാക്ഷികളെ ജീവൻ ബലിയർപ്പിച്ചിട്ട് പോലും ബാക്കി ഖാന് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനായില്ല, അവസാനം പീരങ്കി ഇട്ടിട്ടാണ് തകർത്തത് എന്ന ഒരു കഥ. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ പറയുന്ന ഗസറ്റിയറിൽ അലക്സാണ്ടർ കണ്ണിങ്ഹാം ഇങ്ങനെ ഒരു ഫോക്ക് ലോറ്
അയോധ്യയിൽ പ്രചാരത്തിലുണ്ട് എന്ന് മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ. ഫോക്ലോർ എന്നാണ് പറയുന്നത്. പക്ഷേ അത് ഒരു ചരിത്ര സത്യമായിട്ട് പിന്നീട് ഇപ്പോൾ കൊണ്ടാടപ്പെടുകയാണ് ചെയ്യുന്നതെന്ന്. ഇനി നിങ്ങൾ ഏറ്റവും അടുത്ത കാലത്തുണ്ടായിട്ടുള്ള കർണിസേന, ഈ നമ്മുടെ ദീപിക പാദുക്കോണിൻ്റെ മൂക്ക് ചെത്തും എന്നൊക്കെ പറഞ്ഞിട്ട് പത്മാവത് എന്ന് പറയുന്ന സിനിമയ്ക്കെതിരെ വലിയ പ്രകോപനം ഉണ്ടാക്കി. അതിലും പ്രതി ആരാണെന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിലും പ്രതി ഒരു ഇംഗ്ലീഷ് ചരിത്രകാരനായിട്ടുള്ള ജെയിംസ് ടോഡ് എന്ന് പറയുന്നത് ആനൽസ് ആൻഡ് ആൻറ്റിക്വിറ്റീസ് ഓഫ് രാജസ്ഥാൻ. അതിനകത്ത് അദ്ദേഹം ഈ മാലിക് മുഹമ്മദ് ജയ്സി എന്ന് പറയുന്ന കവിയുടെ ഭാവനയിൽ വിരിഞ്ഞൊരു കഥ മാത്രമാണ് ഈ പറയുന്ന പത്മാവത് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ ജീവിച്ച ഒരു കഥാപാത്രമേ അല്ല. അദ്ദേഹം ഒരു അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ വിരിയിച്ച ഒരു കഥയിൽ അലാവുദ്ദീൻ ഖിൽജി ഒരു കഥാപാത്രമാക്കി വെച്ചു. 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മാലിക് മുഹമ്മദ് ജയ്സി അദ്ദേഹം ഭാവനയിൽ കണ്ടത് 13-ാം നൂറ്റാണ്ടിലെ ഒരു കഥാപാത്രമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു റിയൽ രാജാവായിട്ടുള്ള അലാവുദ്ദീൻ ഖിൽജിയെ ആ കഥയിൽ സന്നിവേശിപ്പിച്ചു എന്നുള്ള. ഇന്നിപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നത് രാജസ്ഥാനിലെ ടെക്സ്റ്റ് ബുക്കുകളിൽ പത്മാവത് എന്ന് പറയുന്നത് അലാവുദ്ദീൻ ഖിൽജിയുടെ ഈ ഇംഗിതത്തിന് വഴങ്ങാതെ ജൗഹർ അനുഷ്ഠിച്ച പാതിവൃത്യത്തിൻ്റെ ദേവതയായിട്ടുള്ള ഒരു രജപുത്ര കന്യകയായിട്ട് അടയാളപ്പെടുത്തപ്പെടുകയാണ്. ഇതാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്. 1947 ഈ പറയുന്ന ബ്രിട്ടീഷ് അധിനിവേശം നമ്മൾ കൊലപ്പെടുത്തിയിട്ടേ ഉള്ളൂ. അതിൻ്റെ ജഡം പൂർണ്ണമായിട്ടും നമ്മൾ കബറടക്കം നടത്തിയിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ പ്രേതം നമ്മളെ വർത്തമാനകാലത്തുടനീളം, ഞാൻ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും പ്രബലമായിട്ട് ബാധിച്ച 3 പ്രധാന സംഭവങ്ങളെന്ന് പറയുന്ന, ഒന്ന് ഈ പറയുന്ന ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രാക്രമണം, 2 അയോധ്യ, 3 ഈ പറയുന്ന പോലെയുള്ള പത്മാവത് എപ്പിസോഡ്. ഇതെല്ലാം പിറകിൽ പ്രതി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരാണ്. ആ അർത്ഥത്തിൽ ഈ ഡീകോളനൈസിങ് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്ന പ്രമേയത്തെ നമുക്ക് പിന്താങ്ങേണ്ടതായിട്ട് വരും. വേറെ ഒരു പ്രധാനപ്പെട്ട പ്രമേയം മതസൗഹാർദ്ദത്തിൻ്റെ തലം. ഈ കലാപകാലത്ത് ധാരാളം അനുഭവങ്ങൾ. ഏറ്റവും അവസാനത്തെ ഈ കൊടിഞ്ഞിയിൽ ഒരു പുതിയ ഖബർ കണ്ടെത്തുന്നുണ്ട് കഴിഞ്ഞ മാസം. അപ്പോൾ അവിടെയുള്ള കൊടിഞ്ഞിയിലെ ഒരു പ്രാദേശിക ചരിത്രകാരൻ എന്നെ വിളിച്ചു. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പം ഒരു ചെറിയ എന്താ പറയുക, സ്രാമ്പ്യക്കടുത്ത് ഒരു ഖബറാണ്. ഞാറക്കാട്ടിൽ ഖാദർകുട്ടി എന്ന് പറയുന്ന ഖബറാണ്. ഈ ഞാറക്കാട്ടിൽ ഖാദർകുട്ടി മരിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൊട്ടപ്പുറത്ത് കോഴിപ്പുറത്ത് നാരായണൻ നായരുടെ വലിയ തറവാടുണ്ട്. ആ തറവാടിന് ഈ ഔലക്കുട്ടി എന്ന് പറയുന്ന മലാപകാലത്ത് ഈ കള്ളന്മാർ സജീവമായിരുന്നു. അദ്ദേഹം അത് തകർത്ത് അവരെ കൊലപ്പെടുത്തുന്നുണ്ട് ചിലരെയൊക്കെ. അപ്പോൾ ഈ നായരെ സംരക്ഷിക്കാൻ വേണ്ടി മരിച്ച വീണ ഒരാളാണ് ഈ പറയുന്ന ഞാറക്കാട്ട് ഖാദർകുട്ടി. ഇങ്ങനെയുള്ള ധാരാളം അനുഭവങ്ങൾ നമുക്കുണ്ട്. ആക്കപ്പറമ്പിൽ സെയ്ദാലി ഹാജിയുടെ ഡയറി നമുക്ക് 1970 കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള, അതേപോലെ തന്നെ ഇപ്പോഴും മണ്ണാർക്കാട്ട് ഒരു കാട്ടിക്കുന്നൻ സെയ്ദാലിക്ക് അവിടുത്തെ കോവിലകത്തിൽ ഇപ്പോഴും എല്ലാ വർഷവും ശ്രാദ്ധമൂട്ടുന്നുണ്ട്. ആ കാട്ടിക്കുന്നൻ സെയ്ദാലിക്ക് വിളക്ക് വെക്കുന്നുണ്ട്. എന്താ കാട്ടിക്കുന്നൻ സെയ്ദാലി ചെയ്തത്? ആ പറയുന്ന കോവിലകത്തെ, നായർ കോവിലകത്തെ മനുഷ്യരുടെ ജീവൻ കലാപകാലത്ത് ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്ത് മരിച്ചു വീണ ആളാണ്. അപ്പം ഇത്തരത്തിൽ ഇപ്പം വേങ്ങരയിലെ അനുഭവങ്ങൾ ഈ പുസ്തകത്തിൽ പറയുന്ന അത്തരം ധാരാളം അനുഭവങ്ങളുണ്ട്. അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടെ പറയുന്നു. ഈ വാര്യംകുന്നത്തിൻ്റെ ഫോട്ടോ അടുത്ത കാലത്ത് സമീറിൻ്റെ പുസ്തകത്തിൻ്റെ കവർ ചിത്രമായി വരുന്നു. അതല്ല എന്ന് പറയുന്നത് വളരെ കൃത്യമാണ്. ഞാൻ അന്ന് തന്നെ അത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2020 ഓഗസ്റ്റ് 20 നടന്ന തിരൂരങ്ങാടി എപ്പിസോഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആലി മുസ്ലിയാരെയും കൂട്ടരെയും കോഴിക്കോട് കൊണ്ടുപോയി അവിടെ വന്നിട്ട് കോഴിക്കോട് ജയിലിൽ വെച്ചാണ് ഈ ഫ്രഞ്ച് ഫോട്ടോഗ്രാഫർ ഈ ഫോട്ടോ എടുക്കുന്നത്. അന്നൊന്നും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് ജനുവരി 20 അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. 4 മാസം കഴിഞ്ഞിട്ടാണ്. ഇത് നവംബറിലാണ് ഈ ഫോട്ടോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതല്ല എന്ന് പറയുന്ന ആ പ്രമേയവും കൃത്യമാണ്. ഇത്രയൊക്കെയാണ് ഭാഗികമായിട്ടെങ്കിലും ഈ പുസ്തകത്തെക്കുറിച്ച് പറയാനുള്ളത്. നന്ദി. നമ്മൾ
നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് പോകണം. കാരണം നമ്മൾ ഒരുപാട് പറയാമെന്നല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇവരോട് ചോദിക്കാം. പിന്നെ ഇതിൽ ഞാനിത് ഈ പുസ്തകത്തിൻ്റെ ഡിസ്കഷന് ഓക്സ്ഫോർഡിലുണ്ടായിരുന്നു, അതുപോലെ സൊയാസിൽ യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടനിലെ സ്കൂൾ ഓഫ് ഓറിയൻ്റൽ ആഫ്രിക്കൻ സ്റ്റഡീസിലുണ്ടായിരുന്നു. അതുപോലെ കഴിഞ്ഞ മാസം ഞങ്ങൾ ഇത് സെൻറ്റ് ആൻഡ്രൂസിലും ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ഡീകൊളോണിയൽ ഹിസ്റ്റോഗ്രാഫിയെക്കുറിച്ച് പറയുമ്പോൾ അവിടെയൊക്കെ മുന്നിലിരിക്കുന്ന ഇംഗ്ലീഷുകാരാണ്. അവർ കഴിഞ്ഞിട്ട് ചോദിക്കും എല്ലാ ഇംഗ്ലീഷുകാരും ഇങ്ങനെ ആയിരുന്നോ എന്ന്. അവർ നമ്മോട് ദയനീയമായിട്ട് ചോദിക്കുന്നതാണ്. അവിടുത്തെ ഒരു പ്രൊഫസർ, എൻ്റെ തന്നെ പ്രൊഫസറാണ് സെൻറ്റ് ആൻഡ്രൂസിലെ, അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഞാൻ അവിടെ ഉള്ളത്. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, അബ്ബാസ് എല്ലാ പ്രൊഫസറും എല്ലാ ഇംഗ്ലീഷുകാരെയും ഇങ്ങനെ തന്നെയാണോ കാണുന്നത്? കാരണം അങ്ങനത്തെ ഒരു ചിത്രമാണല്ലോ നമ്മൾ നൽകുന്നത്. അവർ പറഞ്ഞതെല്ലാം നുണയാണ്, അവരെല്ലാം ഇവിടുത്തെ നാട്ടുകാർക്കെതിരായിരുന്നു എന്നുള്ള രീതിയിലാണല്ലോ. അപ്പം ഞാൻ അവരോട് പറഞ്ഞത് നാപ്പ് സാഹിബിൻ്റെ കഥയാണ്. കാരണം ഇവിടെ നിന്ന് നമ്മുടെ ഹിച്ച്കോക്കും തോമസും ഇവിടുത്തെ ആളുകളെ ഒതുക്കേണ്ടതിനെക്കുറിച്ചും നിരന്തരം ഇവിടേക്ക് പട്ടാളത്തെ അയക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഒക്കെ മദ്രാസിലേക്ക് കത്തെഴുതുമ്പോൾ അദ്ദേഹത്തെ ഇങ്ങോട്ട് പറഞ്ഞയക്കുന്നുണ്ട് ഇവിടുത്തെ സ്ഥിതികൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഇവർ പറയുകയാണ് ഇവിടെ ആളുകളടുത്ത് കത്തിയുണ്ടെന്ന്. അപ്പോൾ അദ്ദേഹം പറയുകയാണ് ആ കത്തിയൊക്കെ ഇവിടുത്തെ സാധാരണ മനുഷ്യന്മാർ അരയിൽ വെക്കുന്ന കത്തിയാണ്, നിങ്ങൾ പറഞ്ഞ പോലെ ആളുകളെ കൊല്ലാനുള്ള കത്തിയല്ല. അപ്പോൾ ഇവർ പറയുന്നുണ്ട് അല്ല ഇവിടെ വലിയ വാളുകൾ ഉണ്ടാക്കുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ് എനിക്കറിയാം ആ വാളുകളൊക്കെ അമ്പലത്തിലെ വെളിച്ചപ്പാട് ഉപയോഗിക്കുന്ന വാളാണ് എന്ന് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം എന്നിട്ട് പറയുന്നു ഇല്ല ഇവിടത്തെ പട്ടാളത്തെ അയക്കുന്നില്ല, നിങ്ങൾക്ക് ഈ ലിസ്റ്റിലുള്ള 18 പേരെ അറസ്റ്റ് ചെയ്യാൻ മാത്രം സമാധാനപൂർവ്വം നിങ്ങൾക്ക് അവരെ അറസ്റ്റ് ചെയ്യാം. അപ്പോൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അനുമതി കൊടുക്കുമ്പോൾ അദ്ദേഹം പ്രത്യേക 2 കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ ഖിലാഫത്ത് ഓഫീസിൽ കയറരുത്, അതുപോലെ നിങ്ങൾ തിരുവങ്ങാടി പള്ളിയിൽ കയറരുത് എന്ന്. ഈ 2 നിർദ്ദേശം കൊടുത്തിട്ടാണ് അറസ്റ്റ് ചെയ്യാൻ പറയുന്നത്. അവിടേക്കാണ് ഇവർ വന്നിട്ട് ഖിലാഫത്ത് ഓഫീസ് അടിച്ച് തകർക്കുകയും പള്ളിയിൽ കയറി ആളുകളെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അതുപോലെ ആളുകളെ നിഷ്കരണം, അതൊക്കെ പുസ്തകത്തിൽ ഞാൻ വിശദീകരിക്കുന്നില്ല. 1920 ഓഗസ്റ്റ് 20 അവിടെ നടന്ന വലിയ ദാരുണമായ സംഭവം അവരുണ്ടാക്കിയതാണ്. ഈ പുസ്തകത്തിൽ ഞാൻ പ്രത്യേകം പറയുന്നതാണ്, അവരത് ഉണ്ടാക്കിയത്, അവർ നേരത്തെ അയച്ച റിപ്പോർട്ടുകളൊക്കെ സത്യമാണ് എന്ന് പറയാൻ വേണ്ടി രാവിലെ അവർ ഇവിടേക്ക് വലിയ പട്ടാളത്തെ കൂട്ടി വരുന്നുണ്ട്. അപ്പോൾ പട്ടാളത്തെ കൂട്ടി വരുമ്പോൾ അബ്ദുറഹ്മാൻ സാഹിബ് ആളയക്കുന്നുണ്ട്, ഇവിടുന്ന് പട്ടാളം പുറപ്പെട്ടിട്ടുണ്ട്, ചിലപ്പോൾ പൂക്കോട്ടൂരിലേക്കായിരിക്കും. അവർ പൂക്കോട്ടൂരിലേക്ക് എന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് പോരുന്നത്. കാരണം അവർക്ക് എന്ത് ചെയ്യണം, അവർക്കറിയാം അവർ പട്ടാളത്തിന് മുമ്പ് ഈ വിഷയം ആളുകൾ ആ സ്ഥലത്ത് എത്തിക്കുന്നു. പൂക്കോട്ടൂരിലേക്കെന്ന് പറഞ്ഞു വന്നിട്ട് അവർ എത്തുന്നത് തിരുവങ്ങാടിയിലേക്കാണ്. അപ്പോൾ തിരുവങ്ങാടിയിൽ പട്ടാളം എത്തിയപ്പോൾ ആലി മുസ്ലിയാരില്ല, ലവക്കുട്ടിയില്ല, കുഞ്ഞലവിയില്ല. നമ്മൾ നേരത്തെ ചരിത്രത്തിൽ പറയൽ ഇവരൊക്കെ ധീരശൂരരാണ്, ഇവർ ബ്രിട്ടീഷുകാരെ ആക്രമിക്കുന്ന ജിഹാദികളാണെന്നാണ്. ഇവരൊക്കെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ്. കാരണം സമാധാനപൂർവ്വം ഇവിടെ ആവശ്യമെങ്കിൽ മാത്രം പോരാടുന്ന സമാധാനം കാക്ഷിക്കുന്ന ആളുകളാണ്. ആലി മുസ്ലിയാരുടെ വീട്ടിൽ വന്നപ്പോൾ ആ റിപ്പോർട്ടിലുണ്ട്, അദ്ദേഹം ഇപ്പോൾ പോയിട്ടുള്ളൂ, അദ്ദേഹത്തിൻ്റെ അവിടെ വെള്ളം വെക്കുന്ന പാത്രം ഇളകുന്നുണ്ടെന്നുള്ള രീതിയിൽ റിപ്പോർട്ടുണ്ട്. അവർ പറയുന്നുണ്ട് ലവക്കുട്ടി അവിടെ വീട്ടിലുണ്ടായിരുന്നു, അപ്പോൾ ഇവരെ കണ്ടപ്പോൾ അങ്ങോട്ട് വെള്ളത്തിലേക്ക് ചാടിയതാണെന്നുള്ള റിപ്പോർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇവരെല്ലാവരും ബ്രിട്ടീഷുകാർ പറയുന്ന പോലെ കൃത്യമായിട്ട് ഇന്നല്ലെങ്കിൽ മാപ്പിളമാരെക്കുറിച്ചോ അല്ലെങ്കിൽ സമരത്തെക്കുറിച്ചോ പറയുന്ന പോലെ ഇവരൊക്കെ ഇങ്ങനെ ജിഹാദികൾ അല്ലെങ്കിൽ ആളുകളെ മുമ്പിൽ ചാടി മരിക്കുന്നവരാണെങ്കിൽ അവരന്ന് സമാധാനം കാക്ഷിച്ചിട്ട് അവർ വീട്ടിൽ നിന്ന് മാറി നിൽക്കില്ല. അപ്പോൾ അവർക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റിയത് അത്രയൊന്നും പ്രധാനികളല്ലാത്ത 3 പേരെ മാത്രമാണ്. പിന്നെ അവരെ കിട്ടാൻ വേണ്ടി പോകുമ്പോഴാണ് ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് വെടിവെക്കുന്നതും ആളുകളെ കൊല്ലുന്നതും. ആളുകൾ മരണപ്പെട്ടപ്പോൾ മാത്രമാണ് തിരിച്ചടി ഉണ്ടായത്. അത്തരത്തിൽ നമ്മൾ ആ സമരത്തെ വായിക്കാനാണ് ശ്രമിച്ചത്. അതിൽ നമ്മൾ പറയുന്നത് ബ്രിട്ടീഷ് രേഖകളിൽ നിന്ന് തന്നെയാണ്. ഇതിലേറ്റവും വലിയ പ്രശ്നം എന്താ പറയുക, ഡീകോളനൈസ്റ്റോഗ്രാഫിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇതെല്ലാം ഡീകോളനൈസ് ചെയ്യുന്നത് ബ്രിട്ടീഷ് രേഖകളിൽ നിന്ന് തന്നെയാണ്. നമുക്ക് ഫെമിനിസം എന്ന പദം കിട്ടുന്നതും ആമസോൺ എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഈ ജംഗിൾ എന്ന് പറയുന്നത് ഇവിടുത്തെ മാഗസിനാണ്. നമ്മുടെ മലപ്പുറത്തെ MSP ഇറക്കിയിരുന്ന മാഗസിൻ്റെ പേരാണത്. അപ്പോൾ അതൊക്കെ നമ്മളിതെല്ലാം ഡീകോളനൈസ് ചെയ്യുന്നത് നമ്മൾ ഈ നാട്ടിൽ ജീവിച്ച ഒരാൾ നമ്മളെങ്ങനെയാണ് ചരിത്രത്തെ അവരുടെ പുസ്തകങ്ങളിൽ നിന്ന് വായിക്കുന്നത് എന്നുള്ള ചെറിയ ശ്രമമാണ്. അതിന് വിമർശനങ്ങൾ നമ്മൾ തന്നെ ഏറ്റെടുക്കേണ്ടതാണ്, ഉണ്ടാവണം. കാരണം ഇനിയും പുതിയ പഠനങ്ങൾ വരേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാം, അതിനുള്ള അവസരമാണത്. താങ്ക്സ്. ഇത് റസാഖ് സാറിൻ്റെ സംസാരത്തിൽ 2021 ശേഷമാണ് ഈ ഒരു രൂപത്തിൽപ്പെട്ട പുസ്തകങ്ങൾ കൃത്യമായി ഇറങ്ങിയത് എന്ന് പരാമർശിക്കുകയുണ്ടായി. അപ്പോൾ ഇത്രയും കാലം ഇത്രയും വലിയ ചരിത്ര രേഖകൾ നമ്മുടെ കയ്യിലുണ്ടായിട്ട് എന്തുകൊണ്ടത് എക്സ്പോസ് ചെയ്യപ്പെട്ടില്ല, നമ്മുടെ ജനങ്ങളുടെ കയ്യിലേക്ക് എത്തുന്ന രൂപത്തിൽ അത് ക്രോഡീകരിക്കപ്പെട്ടില്ല? അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. 2021 ആകുമ്പോഴേക്ക് നമുക്ക് ധാരാളം പുസ്തകങ്ങൾ വന്നിട്ടുണ്ട് മലബാർ കലാപത്തെക്കുറിച്ച്.
പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, 1971 മലബാർ കലാപത്തിൻ്റെ 50-ാം വാർഷികത്തിന് ശേഷം മാത്രമാണ് അക്കാദമിക പഠനങ്ങൾ വന്നിട്ടുള്ളത്. ബാക്കിയൊക്കെ അതിൻ്റെ സ്മരണകൾ, ആ കലാപത്തിൽ പങ്കെടുത്തവരുടെ, മൊയ്ത് മൗലവിയുടെ, അല്ലെങ്കിൽ മോഴിൻകുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്, കോയക്കുട്ടി, അങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങളാണ്. കേശവമേനോൻ. അക്കാദമികമായ പഠനങ്ങൾ വരുന്നത് 71 ശേഷമാണ്. കാരണം അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 50-ന് ശേഷം മാത്രം, 50 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ള കലാപങ്ങളുടെയൊക്കെ രേഖകൾ പൊതുസമൂഹത്തിനും ഗവേഷകർക്കുമായിട്ട് വിട്ടുകൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് 71-ന് ശേഷമാണ് പഠനങ്ങൾ വരുന്നത്. ധാരാളം പഠനങ്ങൾ വന്നിട്ടുണ്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. പെർസ്പെക്റ്റീവിൽ വ്യത്യാസമുണ്ടെങ്കിലും, പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നൊരു പോയിൻ്റ്, ഈ 100-ാം വാർഷികത്തിൽ ഇതിനെ വിവാദമാക്കിയതിന് ശേഷം വന്ന ധാരാളം പഠനങ്ങളുണ്ട്. ആ പഠനങ്ങളൊക്കെ നാളിതുവരെ നമ്മൾ കാണാത്ത ഒരുപാട് രേഖകൾ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. പുതിയ സ്രോതസ്സുകൾ, ധാരാളം പത്രങ്ങൾ. ഇപ്പോൾ വാഷിങ്ടൺ പോസ്റ്റിലൊക്കെ കുഞ്ഞഹമ്മദ് ഹാജി കത്തെഴുതുന്നുണ്ട്. ആ കത്തിൽ അദ്ദേഹം പറയുന്നത്, വാഷിങ്ടൺ പോസ്റ്റിലെ കത്തിൽ അദ്ദേഹം പറയുന്നത്, ഞങ്ങളെക്കുറിച്ച് ഏതെങ്കിലും രീതിയിലുള്ള വിധി തീർപ്പുകൾ നിങ്ങൾ ഇപ്പം തൽക്കാലം നടത്തരുത്, കലാപത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുള്ളതല്ല യാഥാർത്ഥ്യം, അതുകൊണ്ട് തൽക്കാലം ഞങ്ങളെക്കുറിച്ച് നിങ്ങൾ ചെയ്ത പോലെ, അതായത് അമേരിക്കക്കാർ ബ്രിട്ടനെതിരായി നടത്തിയ പോലെയുള്ള ഒരു സമരത്തിലാണ് ഞങ്ങളുള്ളത്. അങ്ങനെയുള്ള കലാപത്തെക്കുറിച്ച് നമ്മൾ അന്ന് ഒരു 100 വർഷം വരെ നമുക്ക് കിട്ടാതിരുന്ന പല രേഖകളും കിട്ടാൻ കാരണം ഈ 100-ാം വാർഷികത്തിലെ വിവാദമാണ് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട്, അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ പറയുന്ന സെയ്ദ് അലി ഹാജിയുടെ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസിലെ ഒരു ശിപായി ആയിരുന്നു. അദ്ദേഹം മുഹമ്മദ് ഹാജിയുടെ ബദ്ധവൈരിയായിരുന്നു. കാരണം ബ്രിട്ടീഷ് അനുകൂലിയാണ്. പക്ഷേ അദ്ദേഹം വസ്തുനിഷ്ഠമായിട്ട് അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ഈ പറയുന്ന ഹിന്ദു വംശഹത്യ എന്ന് പറയുന്ന ആഖ്യാനത്തെ അതിനെ പഞ്ചറാക്കുന്നതാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് പുതുതായിട്ട് 1970 അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മക്കൾ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ഈ 2021 മാത്രമാണ് ആക്കപ്പറമ്പൻ സെയ്ദ് അലി ഹാജിയുടെ ഡയറി കുറിപ്പുകൾ നമുക്ക് കിട്ടുന്നത്. ആ രീതിയിൽ ധാരാളം പുതിയ രേഖകൾ നമുക്ക് കണ്ടെത്താനുള്ള നിമിത്തമായത് 100-ാം വാർഷികാഘോഷവും അതിനോടുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതികരണവുമാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇവിടെ നേരത്തെ ഓർമ്മപ്പെടുത്തി, മലബാർ കലാപം എന്ന പ്രയോഗം നമ്മൾ തന്നെ അറിഞ്ഞോ അറിയാതെയോ ഈ സദസ്സിൽ തന്നെ പലപ്പോഴും മലബാർ കലാപം എന്നാണ് ആവർത്തിച്ച് പറഞ്ഞത്. ആ ഒരു പ്രയോഗം നമ്മൾ എങ്ങനെയാണ് നമുക്ക് തിരുത്താൻ കഴിയുക? പ്രത്യേകിച്ചും അക്കാദമിക് രംഗത്തുള്ള ആളുകളിൽ പോലും വ്യാപകമായി അത് ഉപയോഗിക്കപ്പെടുന്നു. അത് തിരുത്താനും ആ ചരിത്രത്തിൻ്റെ യഥാർത്ഥ ആഖ്യാനങ്ങളിലേക്ക് നമ്മുടെ പൊതു സംവിധാനങ്ങളെ എത്തിക്കാനുമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നൊരു കാര്യം. അതോടൊപ്പം തന്നെ തുടക്കത്തിൽ അബ്ബാസ് സാർ പറഞ്ഞു, നമ്മുടെ നാട്ടിൽ മലബാർ ചരിത്രവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും പോക്കർ സാറും പറഞ്ഞു എന്ന് തോന്നുന്നു, മറ്റു രാജ്യങ്ങളിലൊക്കെ ചരിത്രം സൂക്ഷിക്കാനും അത് പുതിയ തലമുറക്ക് പരിചയപ്പെടുത്താനുമുള്ള വിവിധ സംരംഭങ്ങളും മ്യൂസിയങ്ങളടക്കം പരിപാലിക്കപ്പെടുന്നു. പക്ഷേ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും നമ്മുടെ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അതുപോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇതിൻ്റെ കീഴിലെല്ലാം ചരിത്ര ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അതിൻ്റെ കീഴിൽ എത്രത്തോളം ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്നത് വളരെ ശ്രദ്ധേയമായി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതോടൊപ്പം നമ്മുടെ സർക്കാർ തലത്തിൽ പ്രത്യേകിച്ചും ഇന്ന് ടൂറിസം രംഗത്ത് വലിയ മാറ്റങ്ങളും വലിയ പണം ചെലവഴിച്ചുള്ള പദ്ധതികളും നമ്മുടെ കേരളത്തിൽ വരുന്നുണ്ട്. അതൊക്കെ ഒരു അടിപൊളി രംഗത്തേക്ക് അല്ലെങ്കിൽ ആസ്വാദനത്തിൻ്റെ തലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ടൂറിസം പദ്ധതികളായി നമ്മൾ കാണുന്നു. ആ രംഗത്തേക്ക് ചരിത്രം ഓർമ്മിപ്പിക്കുന്ന ഒരു ടൂറിസം സാധ്യത നമുക്ക് അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ, പ്രത്യേകിച്ചും ചരിത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന വിദഗ്ധരായ ആളുകൾ എന്ന നിലയ്ക്ക് നമുക്കതിനുള്ള ഒരു നിർദ്ദേശം നമ്മുടെ അധികൃതരിലേക്ക് മുന്നോട്ട് വെച്ചുകൊണ്ട് അത്തരത്തിലുള്ള സംവിധാനങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൂടെ എന്ന ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണ്. നല്ല അഭിപ്രായങ്ങളാണ്. ഈ വാക്കുകൾ നമ്മൾ നിരന്തരം പുതിയ പദങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇന്നലെ നമ്മളെ വേടനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച ടെലിവിഷനിൽ
നടക്കുമ്പോൾ ഞാൻ ചില ചാനലൊക്കെ കണ്ടപ്പോൾ ഇപ്പോഴും ആളുകൾ ഹരിജൻ എന്ന് പറയുന്നുണ്ട്. വാസ്തവത്തിൽ ഹരിജൻ എന്നുള്ള വാക്ക് ഒരു ഡെറിഗേറ്ററി ടേമാണെന്ന് ദളിതുകൾ ആവർത്തിച്ച് പറയുകയും അത് ഉപേക്ഷിക്കുകയും ചെയ്തു നമ്മൾ, ഇല്ലേ? ഇപ്പോൾ നൗഡേയ്സ് വി ആർ നോട്ട് അറ്റ് ഓൾ യൂസിങ് ദ ടേം ഹരിജൻ. പക്ഷേ എന്നിട്ടും ഈ ചർച്ചയിലൊക്കെ വരുന്ന കുറച്ച് വിവരമൊക്കെ ഉള്ള ആളുകൾ പോലും അറിയാതെ ഹരിജൻ എന്ന് പറഞ്ഞു. അതുപോലെ വേഗൻ ട്രാജഡി എല്ലാം നമുക്കറിയാം, ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എ ട്രാജഡി. പക്ഷേ നമ്മൾ വേഗൻ ട്രാജഡിയിൽ നിന്ന് ഇങ്ങനെ കുറേ കാലമായി പഠിക്കുകയാണല്ലോ. അതിങ്ങനെ പഠിച്ച് ആ രീതിയിൽ നമ്മളിതിനകത്ത് മുങ്ങി ജീവിക്കുന്നതുകൊണ്ട് നമ്മളറിയാതെ പിന്നെയും ഇത് പറഞ്ഞു പോകും. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി അത് പറഞ്ഞു പോകുന്ന രീതിയിൽ പോലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മലബാർ സമരം എന്നുള്ളത് ആവർത്തിച്ചെഴുതുകയും ആവർത്തിച്ച് പറയുകയും ചെയ്താൽ തന്നെ അതിനെ ആ രീതിയിൽ കലാപം എന്ന് പറയുമ്പോൾ ഇപ്പോഴും നമ്മൾ നോക്കുക. ഇപ്പം ഈ വംശഹത്യ നടത്തിയ ഗുജറാത്തിൽ വർഗീയ കലാപം എന്നല്ലേ പറയുന്നത്. എന്ത് വർഗീയ കലാപം? ആരും കലാപം നടത്തിയിട്ടുണ്ട് അവിടെ. അപ്പോൾ ഈ കലാപം എന്ന് പറയുമ്പോൾ രണ്ട് കൂട്ടർ ഒരുപോലെ ഇൻവോൾവ് ആണ് എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ കലാപം എന്നുള്ള സമരം എന്നുള്ളത് തന്നെ ഇവിടെ ഇത് സമരം തന്നെയാണെന്നുള്ള ഒരുപാട് പഠനങ്ങളും ഉണ്ടല്ലോ. നേരത്തെ റസാഖ് മാഷ് പറഞ്ഞ പോലെ എല്ലാ പേഴ്സ്പെക്റ്റീവ്സിലുള്ള ബുക്കുകൾ വന്നിട്ടുണ്ടെങ്കിലും എല്ലാ ബുക്കും വാസ്തവത്തിൽ ഈ വളരെ പ്ലാൻഡായിട്ട് എഴുതിയിട്ടുള്ള ചില കമ്മ്യൂണലായിട്ടുള്ള ടോണുള്ള പുസ്തകങ്ങൾ ഒഴിച്ച് ബാക്കി മുഴുവൻ പുസ്തകങ്ങളും ഈ സമരത്തെ ഉയർത്തിപ്പിടിക്കുന്ന വർക്കുകൾ തന്നെയാണ് മിക്കവാറും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതൊക്കെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വാക്കുകളൊക്കെ പ്രത്യേകിച്ച് ഈ പോസ്റ്റ് മോഡേൺ കാലത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള സൂക്ഷ്മ വായന വികാസം ഭാവിച്ചിട്ടുള്ളത്. അതിനു മുമ്പ് നമ്മൾ ഈ പദങ്ങളെപ്പറ്റി അത്ര അവെയറല്ല. ഈ പദം നമ്മൾക്ക് തന്നെ എതിരാവുന്നുണ്ട് നമ്മൾ അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ദേശീയ മുസ്ലിം എന്ന് പറയുന്നത് ഒരു പത്ര സൈറ്റാണല്ലോ ആളുകൾ കരുതിയത്. പക്ഷേ ദേശീയ മുസ്ലിം എന്ന് പറയുമ്പോൾ ഈ പറയാത്ത മുസ്ലിങ്ങളൊക്കെ ഈ വിദേശ മുസ്ലിങ്ങളാണ് എന്നുള്ള ഒരർത്ഥമാണല്ലോ അതിലൂടെ പ്രക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് വാക്കുകൾ മണ്ഡലത്തിൽ നമ്മൾ ഭാഷയുടെ മണ്ഡലത്തിൽ സമരം നടത്തേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും പ്രസക്തമായ ഒരു ഇതാണ് അഭിപ്രായമാണ്. രണ്ടാമത്തെ കാര്യം മ്യൂസിയം എന്നുള്ളതാണ്. മ്യൂസിയം എന്നുള്ളത് നമ്മൾ പല രീതിയിലും സെറ്റപ്പ് ചെയ്യാം. സർക്കാരിന് ചെയ്യാം, സർക്കാരിന് നിർദ്ദേശം കൊടുത്ത് ചെയ്യിപ്പിക്കാം, സർവകലാശാലകൾക്ക് ചെയ്യാം, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിക്ക് ചെയ്യാം. അപ്പോൾ കോഴിക്കോട്ടെ ഈ KV കുഞ്ഞമ്മദ് എന്ന് പറയുന്ന ഒരാൾ പേഴ്സണൽ അവിടെ ബിൽഡിങ്ങിൽ പോയപ്പോൾ അയാൾ ഒരു ദിവസം തുറന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് എനിക്ക് റൂം കാണിച്ചു തന്നു. അപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുന്ന് പുറത്തേക്കൊക്കെ എടുത്ത കമ്മ്യൂണിക്കേഷൻസ്, അവിടുന്ന് കിട്ടിയ ചെക്കുകൾ, അന്ന് ഇവിടുന്ന് പോയിട്ടുള്ള ഈ പായക്കപ്പലുകൾ, അതിൻ്റെയൊക്കെ ഫോട്ടോസ്, ചില സാധനങ്ങൾ, സ്റ്റില്ലുകൾ, ചെക്കിൻ്റെയൊക്കെ കോപ്പികൾ, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ. പക്ഷേ അതൊരു പ്രൈവറ്റ് വ്യക്തിയുടേത് മാത്രമേ കൊണ്ട് അവിടെ പോയാലും പലപ്പോഴും കാണാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഇതൊക്കെ പൊതുവായി കാണാനൊക്കെ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു സംരംഭം ചെയ്യാവുന്നതാണ്, സ്ഥാപനങ്ങൾക്ക് ചെയ്യാവുന്നതാണ്, സർക്കാരിനെ പ്രേരിപ്പിക്കാവുന്നതാണ്. അത് വളരെ ആവശ്യമാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ വിയറ്റ്നാമിൽ പോയപ്പോൾ ഞാൻ ശരിക്കും ത്രില്ലടിച്ചു പോയി. കാരണം അവിടുത്തെ ഈ രണ്ട് പ്രധാനപ്പെട്ട നഗരങ്ങളിൽ പോയപ്പോൾ ഒരുപാട് ചരിത്രത്തിൻ്റെ ശേഷിപ്പുകൾ അത് ആളുകൾ മുഴുവൻ വന്ന് കാണുകയാണ്, ആ പ്രദേശവാസികൾ കാണുകയാണ്. അപ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരിതുണ്ടല്ലോ, എനിക്ക് തന്നെ ഉണ്ടായി. ഇപ്പം ഈ 100-ലധികം ഫോട്ടോഗ്രാഫർമാരാണ് ഈ ഇവരുടെ അമേരിക്കയുടെ അതിക്രമങ്ങളെ ഫോട്ടോഗ്രാഫ് ചെയ്യുന്നതിനിടയിൽ മരിച്ചത്. അപ്പോൾ ഇപ്പോൾ ഗസയിൽ ജേർണലിസ്റ്റുകൾ മരിക്കുന്നതിൽ എനിക്കൊരു അത്ഭുതമില്ല. ആ 100-ലധികം ഫോട്ടോഗ്രാഫർമാരുടെയും ഫോട്ടോസ് അവിടെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അവരുടെ കോൺട്രിബ്യൂഷനെ പറ്റിയുള്ള ലിറ്ററേച്ചർ അവിടെ കൊടുത്തിരിക്കുകയാണ്. അതിനെക്കുറിച്ച് സ്കൂളിലെ വിദ്യാർത്ഥികൾ വരച്ച ചിത്രങ്ങൾ അവിടെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് ഒരുപാട് ചെയ്യേണ്ടത് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ തീർച്ചയായും ഇനിയും എപ്പം ഈ ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വൈകിയാണെങ്കിലും ഇതുപോലുള്ള പഠനങ്ങൾ വരുന്നതും ഇതുപോലുള്ള സംവാദങ്ങൾ വരുന്നതും ഇതുപോലുള്ള ശ്രമങ്ങൾ ഉണ്ടാവുന്നതൊക്കെ തീർച്ചയായും ആരോഗ്യകരമായൊരു പ്രവണതയാണ്. അത് നമ്മളെല്ലാവരും എല്ലാ വിധത്തിലും ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഞാൻ കണ്ടിട്ടുള്ളൊരു വലിയ പ്രശ്നം, എല്ലാ വിഭാഗങ്ങളും അപ്പുറത്തും ഇപ്പുറത്തും അങ്ങനെ പ്രതികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ ശത്രു എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ മുസ്ലിങ്ങളും ഒന്നാണ്. കാരണം അവർ ലോകത്തെ മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ മുസ്ലിങ്ങളും, അതിൽ തലക്കെട്ട് കെട്ടിയ ആൾ, തൊപ്പി വെച്ച ആൾ, അല്ലെങ്കിൽ വെക്കാത്ത ആളുകൾ, കൃത്യമായി നിസ്കരിക്കുന്ന ആൾ, നിസ്കരിക്കാത്ത ആൾ എന്നൊന്നും വ്യത്യാസമില്ല. എല്ലാ മുസ്ലിം നാമധാരികളും മുസ്ലിം എന്ന് ഒറ്റ ഐഡൻറ്റിറ്റിയിൽ കാണുകയും അതിനെ ആ രീതിയിൽ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എന്നെ പറ്റിയുള്ള എത്രയോ കാലമായിട്ട്
ഈ മതത്തിൻ്റെ ഫീൽഡിൽ തന്നെ ഇല്ലാത്ത എന്നെപ്പറ്റി എഴുതിയ ഒരു ലേഖനം ഞാൻ വായിക്കുകയുണ്ടായി. മതസ്വത്വവാദി എന്നാണ്. അതിൽ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു പ്രഭാഷകൻ്റെ ലേഖനമാണ്. ഞാൻ മുമ്പ് വായിച്ചിരുന്നില്ല, പക്ഷേ എനിക്കിപ്പോൾ റീസെൻ്റായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ ആത്മകഥാപരമായ ഒരു പ്രവർത്തനത്തിലായതുകൊണ്ട് ഒരു സുഹൃത്ത് അയച്ചു തന്നാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ ഇന്ന് തിരിച്ചറിയുന്നില്ലെങ്കിൽ, അത് ആ രീതിയിലൊരു ഫൈറ്റിംഗ് സ്പിരിറ്റിൽ തന്നെ കാണാനും കഴിയുന്നില്ലെങ്കിൽ, ഒരു വംശഹത്യക്ക് നമ്മളൊക്കെ തന്നെ കൂട്ടുനിന്നു എന്ന് നമ്മൾ സ്വയം തന്നെ കുറ്റസമ്മതം ഭാവിയിൽ ചെയ്യേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നന്ദി. ഒരു കാര്യം ഇതിനോട് കൂട്ടിച്ചേർക്കാനുള്ളത്, ഇപ്പം വേടൻ്റെ കാര്യം പറഞ്ഞു. ഇന്നലെ ഏഷ്യാനെറ്റിൽ വേടനെക്കുറിച്ചുള്ള ചർച്ചയുടെ ക്യാപ്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. കഞ്ചാവ് തുന്നിയ കുപ്പായം എന്നാണ് അതിൻ്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. കഞ്ചാവ് തുന്നിയ കുപ്പായം എന്തുമാത്രം വയലൻസ് അകത്തുള്ള ആ ഒരു ക്യാപ്ഷനിലുണ്ട് എന്നുള്ളത് അത് നമുക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റണമെന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണിത് ഡീകോഡ് ചെയ്യുക? ഈ ഉംബർട്ടോ ഇച്ചോ പറയുന്നുണ്ട്, ഈ സിമിയോട്ടിക് ഗറില്ല വാർഫെയർ എന്നാണ് പറയുന്നത്. ചിഹ്നശാസ്ത്രപരമായിട്ടുള്ള ഒളിപ്പോർ യുദ്ധം നടത്തേണ്ടി വരും. ഓരോ പദങ്ങളിലും അന്തർലീനമായിട്ടുള്ള ഇത്തരത്തിലുള്ള വയലൻസിൻ്റെ അംശം നമ്മൾ കണ്ടെത്തണം. അപ്പം നിങ്ങൾ അരിക്ക് വില കൂടി എന്ന് പത്രത്തിൽ വായിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസ്വാഭാവികത തോന്നുന്നുണ്ടോ? അരിക്ക് വില കൂടി നിങ്ങൾ ഡെയിലി പത്രങ്ങളിൽ കാണുന്ന ഒരു വാർത്ത ടൈറ്റിലാണ്. അത് മഹാ തെറ്റല്ലേ? അരി സ്വന്തം വില കൂട്ടുമോ? അരി സ്വന്തമായിട്ട് അരിൻ്റെ വില കൂട്ടൂലല്ലോ. അപ്പം അരിക്ക് വില കൂട്ടി എന്നാണ് എഴുതേണ്ടത്. പക്ഷെ നമ്മളെ പത്രങ്ങൾ എഴുതുക അരിക്ക് വില കൂടി എന്നാണ്. അങ്ങനെയാണ് ഡീകോഡ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ ഉദാഹരണം പറയണത്. അങ്ങനെ സമസ്ത മേഖലകളിലും ഇത്തരത്തിലുള്ള പദാവലികളെ നമുക്ക് വിചിന്നനം ചെയ്യേണ്ടതായിട്ട് വരും. അതിനെയാണ് ഉംബർട്ടോ ഇച്ചോ ഈ പറയുന്ന ഗറില്ല വാർഫെയർ എന്ന് പറയുന്നത്. സിമിയോട്ടിക് ഗറില്ല വാർഫെയർ, അല്ലെങ്കിൽ ചിഹ്നശാസ്ത്രപരമായിട്ടുള്ള ഒളിപ്പോർ യുദ്ധം. താങ്ക് യു. ഇപ്പോൾ ഇതിൽ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഭാഷ അത് പ്രധാനമാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും പഠിച്ചത് ഭാഷയാണ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ചില പദങ്ങൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ഫിറ്റല്ല, ഇതിന് പല പ്രശ്നങ്ങളുണ്ടെന്ന്. അത് ഈവൻ മാപ്പിള എന്നുള്ള പദത്തിന് പോലും ഞാൻ അത് ഫിറ്റല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതുപോലെ പല കാര്യങ്ങൾക്കും ഇപ്പോൾ അവരുപയോഗിച്ച എല്ലാ വാക്കുകളെയും നമ്മൾ അതുപോലെ തന്നെയാണ്. കാരണം ലിംഗ്വിസ്റ്റിക്സ് പഠിച്ച ഒരാളെന്നുള്ളത് രീതിയിൽ, ഭാഷ പഠിച്ച ഒരാളെന്നുള്ള രീതിയിൽ അത് കേരളം എന്ന പദത്തിനുമുണ്ട്, മലയാളം എന്ന പദത്തിനുമുണ്ട്. അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മളിത് നമ്മളെ മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, കേരളത്തിൻ്റെ ചരിത്രത്തെയും നമ്മൾ എഴുതിയത് അങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ ഇന്നലെ ബ്രിട്ടീഷ് ലൈബ്രറിയിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ ഇവിടെ ഉണ്ട്, ഇപ്പോൾ കേരളത്തിലുണ്ട്. അത് സൗത്ത് ഏഷ്യ കളക്ഷൻ്റെ ഹെഡുണ്ട്. അവിടെ ഉള്ള താളിയോല, അതുപോലെ 1691 സാമൂതിരി ഡച്ചുകാരുമായിട്ട് എഴുതിയ ഉടമ്പടി, അതിലൊക്കെ നമ്മുടെ പ്രദേശത്തിൻ്റെ പേര് കേരളമെന്നല്ല. പക്ഷേ നമ്മുടെ കേരള ചരിത്രത്തിൽ കേരളം എന്നോ ഉണ്ടായതാണെന്നും കേരളത്തിൻ്റെ പേര് ഈ പ്രദേശത്തിൻ്റെ മൊത്തമാണെന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള പല പ്രശ്നങ്ങൾ ഭാഷ ചരിത്രത്തിൽ ഇടപെടേണ്ടതുണ്ട്. അതുകൊണ്ട് അത് ഭാഷയിലൂടെ നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് പുതിയ ഉണർവുകളും നമുക്ക് പുതിയ ഉത്തരങ്ങളും ഉണ്ടാവും എന്ന് മാത്രം ഉണർത്തി നിർത്തുന്നു.